അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ 63 മുതൽ മാഇദയിലെ 63 മുതലാണ് നമുക്കിന്ന് എടുക്കാറുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയാണ് ഇതിൽ ആദ്യത്തെ ഒന്നാമത്തെ ആയത്തിൽ വരുന്നത്. അതായത് വേദക്കാരായ ആളുകളെ പറ്റിയുള്ള ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത്. അവര് നിഷിദ്ധമായ രൂപത്തിൽ അവർ ആഹരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷണങ്ങളെ മറച്ചു വെച്ചതും വേദങ്ങളിൽ അവർ കാണിച്ച കൃത്രിമങ്ങൾ, ഇതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഉത്തരവാദപ്പെട്ട ആളുകൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ അവർ നന്മ ഉപദേശിച്ച് നല്ല വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം അവർക്കിടയിലുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഓതി വെച്ച ആദ്യത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വ അക്ലിഹിമുസ് സുഹ്ത്. അതായത് ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന, എന്തുകൊണ്ട് അവരിലുള്ള പ്രധാനികൾ അവരെ തടഞ്ഞില്ല, വൽ അഹ്ബാറു പുരോഹിതന്മാരും, അൻ ഖൗലിഹിമുൽ ഇസ്മ കുറ്റകരമായ അവരുടെ വാക്കിനെ എന്തുകൊണ്ട് അവർ തടഞ്ഞില്ല. മാത്രമല്ല വ അക്ലിഹിമുസ് സുഹ്ത്, ഹറാമായി അവർ ഭക്ഷിക്കുന്നത്, ഹറാമായ രൂപത്തിൽ അവർ ആഹരിക്കുന്നത്, അതും എന്തുകൊണ്ട് ആ പുരോഹിതന്മാരും അവരുള്ള പണ്ഡിതന്മാരൊന്നും എന്തുകൊണ്ട് വിലക്കിയില്ല. ഇതാണ് അല്ലാഹു തആല ആദ്യം പറയുന്നത്. എന്നിട്ട് പറയാം ലബിഅസ മാ കാനൂ യസ്നഊൻ, അവരുടെ പ്രവർത്തനം വളരെ നീചമാണ്, ഹീനമാകുന്നു. അപ്പൊ ഇത് നമുക്ക് നൽകുന്നൊരു സന്ദേശം എന്താ വെച്ചാൽ, റബ്ബാനിയങ്ങൾ ആരാണ്, അഹ്ബാരിയങ്ങൾ ആരാണ് നമ്മൾ കഴിഞ്ഞ നേരത്തെ 2-3 ക്ലാസ് മുമ്പ് പറഞ്ഞാണ്. അവരുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാര് റബ്ബിലേക്ക് വളരെ അടുത്തൊരു ടീം ഉണ്ടായിരുന്നു. അതാണ് റബ്ബാനിയൂന തന്നെ അവർക്ക് പേര് വരാൻ തന്നെ കാരണം അതാണ്. പക്ഷെ ഇവരെടുത്ത് പറ്റിയൊരു ഇതെന്താ വെച്ചാൽ, ഇവര് ഇത്രമാത്രം വലിയ തെറ്റുകൾ ജനങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഓലെന്ത് ചെയ്തില്ല, തടഞ്ഞില്ല എന്നുള്ളതാണ്. അത് വലിയൊരു പ്രശ്നമാണ്. തെറ്റായ വാക്കുകൾ അവർ പറയാം, തെറ്റായ ഖൗല് അവർ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ, പിന്നെ തെറ്റായ ഇതെന്താ വെച്ചാൽ ഓല് പറയും ഞങ്ങൾ ആമന്ന, എപ്പോഴും പറയുന്നൊരു കാര്യം ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. പക്ഷേ മുഅ്മിന് പറ്റാത്ത കാര്യങ്ങളാണ് അവരുടെ അടുത്ത് നിന്ന് വരിക. മാത്രമല്ല ഞങ്ങൾ മുഅ്മിനായി എന്ന് പറഞ്ഞാൽ എല്ലാ നബിമാരിലും വിശ്വസിക്കണം, അതിന് അവർ തയ്യാറല്ല. അന്ത്യപ്രവാചകനെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അപ്പൊ അങ്ങനെ തെറ്റായ വാക്കുകൾ ഇവർ പറയുമ്പോൾ, പിന്നെ ഹറാമായ രൂപത്തിൽ അവർ ഭുജിക്കുമ്പോൾ, ഈ സന്ദർഭത്തിൽ അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും അത് തടയേണ്ടതായിരുന്നു. അവരെന്ത് ചെയ്തു? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വെറുതെ, അതാണല്ലോ നമ്മൾ ഉത്തരവാദപ്പെട്ട ആളുകൾ ചില കാര്യങ്ങൾ തുറന്നു പറയാനുള്ള കാരണം അതാണ്. തെറ്റുകൾ കാണുമ്പോൾ അത് തടയൽ എന്താണ്? നിർബന്ധം. അത് നിർബന്ധമാണ്. തെറ്റുകൾ തടയുക എന്നുള്ളത് അത് നിർബന്ധമാണ്. അത് വലിയൊരു ഉത്തരവാദിത്തമാണ് ശരിക്കും. അത് ഓരോരുത്തരും ആ കടമകൾ നിർവഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കുറ്റക്കാരാവും. ഇപ്പോൾ ഇസ്രായേലികൾക്ക് വലിയൊരു ശിക്ഷ, പരീക്ഷണം പഠിച്ചം കൊടുക്കാൻ തന്നെ കാരണം എന്താ? അവരിലെ സാധാരണക്കാർ വലിയ തെറ്റുകൾ ചെയ്തപ്പോൾ പണ്ഡിതന്മാർ മൗനം ദീക്ഷിച്ചു എന്നുള്ളതാണ്. അത് വലിയ തെറ്റായി. നബിതങ്ങൾ നമ്മളോടൊരു ഉദാഹരണം പറഞ്ഞാൽ എന്താ അറിയാം, കപ്പൽ യാത്ര നടക്കുമ്പോൾ 2 തട്ടുള്ള കപ്പലാണ്. അപ്പോൾ മുകളിൽ നിന്ന് വെള്ളം എടുക്കണം. അപ്പൊ എന്തായി, പിന്നെ അടിഭാഗത്തുള്ള ആളുകൾക്ക് മുകളിൽ പോയി വെള്ളം എടുക്കേണ്ട ഒരു സാഹചര്യം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പേടിച്ചിട്ട് ഓലെന്ത് ചെയ്തു, കപ്പലിന്റെ ഒരു പലക ആണ് പൊളിച്ചിട്ട് നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് വെള്ളം എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മുകളിലോല് ചിന്തിക്കുകയാണ്, ഓല അവിടെ നിന്ന് എടുക്കുകയാണ്, എടുത്തോട്ടെ, നമുക്കൊരു ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി ഓലെ തടയാതിരുന്നാൽ അവരും ഹലാക്കാകും,
തടയാതിരുന്ന ഇവരും ഹലാക്കാവും. അങ്ങനെയാണ് വിധങ്ങളിൽ ഉദാഹരണം പറഞ്ഞത്. എത്ര നല്ലൊരു ഉദാഹരണമാണ്. എന്നതുപോലെയാണ് നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മൗനം ദീക്ഷിച്ചാൽ എല്ലാവരും കുറ്റക്കാരാവും. അതാവർക്കുമ്പോൾ എല്ലാവർക്കും കൂടി ചിലപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യും, തരും. അതുകൊണ്ടാണ് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങളിൽ നിന്നൊരു ഒരു വിഭാഗം വേണം. പോലെ ഉത്തരവാദിത്തം എന്താണ്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൂന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ആകാശഭൂമികൾക്കിടയിൽ ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെട്ട വിഭാഗത്തിൽ ഏറ്റവും ഉത്തമർ നിങ്ങളാണ്. പക്ഷേ ഡിമാൻഡ് വെച്ചെന്താ? നിങ്ങൾ തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൂന അനിൽ മുൻകർ, നിങ്ങൾ നല്ലത് കൽപ്പിക്കണം, തെറ്റ് കണ്ടാൽ തടയണം. പിന്നെയാണ് ഈമാൻ പറയുന്നത്. വതുഅ്മിനൂന ബില്ലാഹ്. ആദ്യം വേണ്ടത് ഈമാനാണ്. ആ ആയത്തിൽ ഈമാന് മൂന്നാമത് പറഞ്ഞത് ഈമാന് ശ്രദ്ധിക്കുന്നവരും ആദ്യം വന്നാൽ രണ്ട് ശ്രദ്ധിക്കൂല, ഓല് നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അതിനെ മുന്തിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ തുഅ്മിനൂന ബില്ലാഹ് എന്നിട്ട് പിന്നെ തഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന് പറയണം. ആദ്യം ഈമാനാണ് വേണ്ടത്. പക്ഷെ അവിടെ ആദ്യം നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈമാനുള്ളവരെന്നെ ഒക്കെ അവനാന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ വലിയരുത്, നമുക്ക് നഷ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ കേട്ടോളന്നില്ല കേട്ടോ, പക്ഷെ നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതിനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നമുക്കൊരു ഉദാഹരണമാക്കി. 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് 950 കൊല്ലം മൂപ്പര പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ ആകെ കിട്ടിയത് 80 ആൾക്കാരെ. പിന്നെ 60 കൊല്ലം മൂപ്പര് വിശ്രമ ജീവിതം നയിച്ചു. മൊത്തം 1050 കൊല്ലം. പക്ഷേ അല്ലാഹു തആല അദ്ദേഹത്തെ ഉയർത്തി കാണിക്കുകയാണ് ലോകത്തിന് മുഴുവനും മാതൃകയായിട്ട്. ആക്ഷേപിക്കുന്നില്ല. ഇത്ര സമയം കിട്ടിയിട്ടും ഇത്ര ആളെ നന്നാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയണില്ല. മാത്രമല്ല ഏറ്റവും സ്ഥാനമുള്ള തിൽക്കർ റസൂൽ ഫളൽനാ ബഅദഹും അലാ ബഅദ് എന്ന് പറഞ്ഞില്ല ഒരാൾ മൂപ്പരായി. ഏറ്റവും സ്ഥാനമുള്ളവരെ, ആ സ്ഥാനമുള്ളവരിൽ 5-ൽ ഒരാളായിട്ട് അദ്ദേഹത്തിന് അല്ലാഹു തആല സ്ഥാനം കൊടുക്കുകയത്. അപ്പോൾ നമ്മളെ കടമ അങ്ങനെ നിർവഹിക്കുക. ചിലപ്പോൾ അത് പിന്നെ ഒരു സഹോദരന് മോട്ടോർ സൈക്കിൾ ആക്സിഡന്റിൽ പെട്ടപ്പോഴേ അപ്പോൾ മൂപ്പര് ലഹരി വായിച്ച അവസ്ഥയിലാണ്. മാത്രമല്ല മോട്ടോർ സൈക്കിളിൽ വന്ന് കാളിൻ്റെ കുപ്പിയാണ് തെറിച്ചു, റോഡിൽ പൊട്ടി. അപ്പോൾ ആൾക്കാർ പറഞ്ഞ അവിടെ കടന്നോട്ടെ. അങ്ങനെ പിന്നെ അങ്ങനെ എന്നെ നീ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ മലപ്പുറം MB ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് നമുക്കവിടെ ക്ലാസ്സുകളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സഹോദരൻ ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാണ്ട് എനിക്ക് കുട്ടികളവിടുന്ന് വിളിച്ചു പറഞ്ഞു. ഒരു പറഞ്ഞെന്താ വെച്ചാൽ എന്താ ചെയ്യുക, നല്ല വെള്ളത്തിലേനു ഡോക്ടർമാരാദ്യം നിങ്ങൾ വേറെ എടുക്കലും കൊണ്ടേക്കോളിയാന്ന് പറഞ്ഞു. ഡോക്ടർമാരോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടേ നല്ല പരിക്കാണ്, ആകെ തോല് വഹിക്കുന്നത്. പക്ഷേ ഓനെ നിയന്ത്രിക്കേണ്ട അപ്പോൾ ലഹരിയാണ്. അപ്പോൾ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. ഞാൻ വളരെ രഹസ്യമായിട്ട് എന്ത് ചെയ്തു, രഹസ്യമായിട്ടല്ല ആശുപത്രി, ഒരു രഹസ്യമായിട്ട് പോകാൻ പറ്റുമല്ലോ. ഞാനേതെല്ലാം അവിടെ ജുമ, എൻ്റെ പുതുപോകുന്ന പള്ളിയും കൂടി അവിടെ ആയതുകൊണ്ട് ഞാൻ ജുമ കഴിഞ്ഞിട്ട് അറിഞ്ഞപ്പോൾ ഞാൻ വല്ല ഇയാളെടുത്തുനിന്ന് പോയി. അപ്പം ലഹരിയൊക്കെ നീങ്ങിക്കൊള്ളാം, ആക്കെ തോലിറങ്ങി കിടക്കുകയാണ് വല്ലാത്ത അവസ്ഥയിൽ. ഞാൻ പോയി, ഞാൻ ചെന്നപ്പോൾ ഇവന് ഭയങ്കര അത്ഭുതം. കാരണം എന്താ വെച്ചാൽ ഇപ്പം ആകെ അറിഞ്ഞതാണല്ലോ ഓരും കള്ളുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതും ആ കുപ്പി പൊട്ടിയതൊക്കെ അറിഞ്ഞതാണ്, ആകെ മനക്കേടായതാണ്. പക്ഷെ ഞാൻ ചെന്നപ്പോൾ ഇവനെ ആകെ അജബായി. ഇയാളിപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കണമെങ്കിൽ തന്നെ ഞാനൊന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് പോന്നു. ഡിസ്ചാർജ് ആക്കിയതിൻ്റെ ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. കൊല്ലം കുറേ കേട്ടോ. ഇപ്പോൾ ഒരൊറ്റ സുബൈൻ്റെ മാത്രമേ കുഴപ്പമില്ല. ആ ഒറ്റ പോക്കതിൻ്റെ കാര്യം നന്നായി. ചിലരിന് ശരിയായി കിട്ടും, നമുക്കിപ്പോൾ എന്താ നഷ്ടം. ചിലപ്പോൾ നമ്മളോട് ചിലർ പറയുന്നത് എത്തിനാ ഇതിനൊക്കെ നിങ്ങൾ പോയത് തന്നെ. ഞാൻ വീട്ടിൽ പോയി കണ്ട നല്ലൊരു ഉപദേശം കൊടുത്തു. മൈക്കൊന്നും വേണ്ടല്ലോ അതിന്. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു, നിങ്ങളെ പഠിച്ചപ്പോൾ കാത്തതാണ്. കാരണം വല യശ്രിബു ഷാരിബു ഹീന യശ്രിബു ഫഹുവ മുഅ്മിൻ. വിധങ്ങൾ അങ്ങനെ പറഞ്ഞു. ഒരു മദ്യപാനി മുഅ്മിനായും കൊണ്ട് മദ്യപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, മദ്യപിക്കുന്ന സമയത്ത് അവന്റെ ഈമാനിനെ ഒരു കൊട പോലെ ഉയർത്തുന്ന ലഹരിയാണ് നീങ്ങിയിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്നാളത്തെ ആക്സിഡന്റിൽ തലങ്ങാനും നിലത്ത് ഇടിച്ചുകാണ്ട് മരിച്ചിരുന്നെങ്കിൽ
ലഹരി ബാധിച്ച രൂപത്തിലാവുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴേ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞിങ്ങനെ വന്നു. അതിനർത്ഥം എന്താ? സംഭവം ഈമാൻ അടിസ്ഥാനപരമായിട്ട് സാഹചര്യങ്ങൾ പഴിപ്പിക്കുകയാണ് ചില ആൾക്കാർ. പക്ഷെ അയാൾ വളരെ ഉഷാറായിട്ടോ. ഉഷാറായി പറഞ്ഞപ്പോൾ ഇപ്പോൾ ഗൾഫ് പോയി ഇപ്പോൾ അടുത്ത്. പക്ഷെ എപ്പോൾ വന്നാലും അപ്പൻ്റെ അടുത്ത് വരും. ഗൾഫ് പോകുമ്പോൾ ഞാനൊന്ന് പോയി വേർന്നവർക്കും വേണം. ഇപ്പം നിർബന്ധമാണ്. ഒരു മാസം മുമ്പ് ഞാനവിടെ പോയി വീട്ടിൽ വേർന്ന് ഇറക്കി മൂപ്പരെ നല്ല റാഹത്താണ്. ആ സാധനം പിന്നെ ഒരു സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ആ സാധനം പിന്നെ തൊട്ടിട്ടില്ല കേട്ടോ. അത് വേറുള്ളവർക്കൊരു മാതൃകയാണ്. കാരണം നമ്മൾ പറയല്ല അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മാറാൻ കഴിയില്ല. അങ്ങനൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചാൽ എന്ത് ചെയ്യും? നടക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ എന്നാൽ ചിലത് പറഞ്ഞാൽ ഓല് ഉള്ളിൽ ചുരുക്കും. ചിലപ്പോൾ നമ്മളോട് പറയും എന്നാൽ ഓക്കെ എന്നൊക്കെ പറയും. ഉള്ളിൽ പറയും നിങ്ങൾക്ക് നടക്കാം. അങ്ങനെ ഒരു കളിയാക്കലുണ്ടാവും. നമ്മൾ ഈ ഫുട്ബോൾ മത്സരമൊക്കെ നടക്കുമ്പോൾ, ഈ വേൾഡ് കപ്പൊക്കെ നടക്കുമ്പോൾ ഉസ്താദ് ഇപ്പം എത്ര ഗൗരവത്തിൽ നിങ്ങൾ അർജന്റീനൻ്റെ ഒപ്പം കൂടണ്ട, റോൾ മോഡലാക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ പറയും മൂല്യർക്കത്തല്ലെങ്കിൽ അർജന്റീന പോലും ഒരുമാതിരി ശരിയാക്കിയിട്ട് പോകും. ഉസ്താദ് ഇപ്പം എന്ത് പറഞ്ഞാലും നമ്മളതിൻ്റെ ആളാണെന്നുള്ള ആൾക്ക് ഒരു വേറെ മൈൻഡിലേക്ക് അറിയാം. ചിലർക്ക് എന്ത് ചെയ്യും? അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അറിയോ? എന്താണെങ്കിലും നമുക്ക് നേട്ടം കൊണ്ട് പറയല്ലോ. ആന ചത്താലും ചത്തിനെങ്കിലും 10,000 തന്നാർക്ക് നമുക്ക് എങ്ങനെ ആയാലും ലാഭമാണ്. പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. ഇനി നന്നായാലോ പെരുംകൂലിയായി, ഇല്ലെങ്കിലോ അതിൽ ക്ഷമിച്ചാൽ മതി, നമ്മൾ അതിന് വേറെ കൂലിയായി. അത് നഷ്ടമല്ല. ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ അള്ളാഹു തആല പ്രത്യേകം പറയും എന്തുകൊണ്ട് അവരെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരും അതുപോലെ പുരോഹിതന്മാരും എന്തുകൊണ്ട് അവരെ തടഞ്ഞില്ല. അതുകൊണ്ടുള്ള ഉൽക്കള്ള പണിയെടുത്തത്. പശുക്കുട്ടിനെ പിന്നെ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിനെ ആരാധിച്ചപ്പോഴേ ജ്യേഷ്ഠനെ ആരാധിക്കുക, അഞ്ചം കണ്ടിക്കുക, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ അനിയൻ വിചാരിക്കേണ്ട എന്താ ഓന് ബുദ്ധിയില്ലേ? ഓൻ എന്തിനാണ് ഇതിനെ ആരാധിക്കുന്നത്? എന്തിലായിക്കോട്ടെ. അവസാനം അള്ളാഹു കൊടുത്ത ശിക്ഷ എന്താ? ആരാധിക്കാത്ത ആ തെറ്റിനെ തടയാത്ത ആ അനിയൻ ആ ജ്യേഷ്ഠനെ കൊല്ലണം എന്നാ വാസാക്കി. ഇസ്രായേൽക്കാർക്ക് അള്ളാഹു കൊടുത്ത വലിയൊരു പരീക്ഷണമുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സീനാ പർവ്വതത്തിലേക്ക് പോയ ഉടനെ ഇവർ ഒപ്പിച്ച പണിയാണ്. സാമിരി എന്ന് പറഞ്ഞ ഇവന്റെ നേതൃത്വത്തിൽ. പക്ഷെ ഓൽക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷ എന്താണ്? നന്മ ഉപദേശിച്ചില്ല, തെറ്റ് കണ്ടപ്പോൾ തടഞ്ഞില്ല. അപ്പോൾ തടയാത്ത ആളുകൾക്കൊരു പരീക്ഷണം. ഓലെന്ത് ചെയ്യണം? ഓലാരെ കണ്ടത്? ഓനെ കൊല്ലണം. അത് ചിലപ്പോൾ ജ്യേഷ്ഠനേക്കാരം, ചിലപ്പോൾ വാപ്പയേക്കാരം, ചിലപ്പോൾ മകനേക്കാരം, ആരാണെങ്കിലും ഓറൗണ്ടാണ് കൊന്നു. അങ്ങനെ അള്ളാഹിൻ്റെ ഒരു പരീക്ഷണം. അങ്ങനെ പരീക്ഷണം കൊടുത്തുന്ന ഇതൊക്കെ എന്തിനാ ഖുർആൻ പറയുന്നത്? അതാണ് നമുക്ക് ആ വിഷയത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ സന്ദർഭവും സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നോക്കണം. ആരും അഭിമാനത്തിന് ക്ഷതം വരാതെ ഹനിക്കപ്പെടാത്ത രൂപത്തിൽ ഉദ്ദേശം നന്നാകണം എന്നല്ല. അപ്പോൾ നമ്മൾ വഷളാക്കാൻ പാടില്ല. ഒരു വലിയൊരു തമ്മാടിയാണെങ്കിലും ഓൻ്റെതായ ഒരു ഇസ്സത്തും കാര്യമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വലിയ അഭിമാനിയേക്കാണ്. വെള്ളടിച്ചിൻ്റെ ആളാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പരസ്യമായിട്ടൊക്കെ എൻ്റെ ഒരു കല്യാണത്തിൽ നിന്ന് ഓനെ കാണുമ്പോൾ എന്താപ്പം എൻ്റെ ഹാല്, ഇത് വെള്ളടിക്കേണ്ടത് നീ കേട്ടല്ലേ? ഞാൻ എൻ്റെ വല്യപ്പൊക്കെ നമ്മളെ മഹലിൽ എത്ര കാര്യപ്പെട്ട ആളേനും അങ്ങനെ അവൻ പറയുമ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ നോക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് സന്തോഷവും ചെറുപ്പയിലെന്നുള്ള നിലക്ക് അങ്ങനത്തെ ഒരു കാലമുള്ള ഓൻ മനസ്സിൽ കോറിടും. എന്നെ ഞാൻ ശരിയാക്കി തരാം എൻ്റെ ഉപദേശം. ഏതായാലും കള്ളുപിടിച്ചിട്ട് ഇനിയിപ്പോൾ ഒരു കൊലപാതകം കൂടിയാണ് നടക്കട്ടെ എന്ന് കരുതിയാലോ? അല്ല, ഭയങ്കര ഉറപ്പുകാരം. ചില ആളുകൾക്ക് ചിലർ നന്നാവും, എന്നാലും മുപ്പര് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് മനസ്സിലുണ്ടാവും. ചിലരെന്ത് ചെയ്യുന്നറിയോ? അത് ഗുണത്തിലേറെ ദോഷം ചെയ്യും. ഞാൻ അടച്ച് രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറയുകയാണെങ്കിലോ, ആരും കേൾക്കാത്ത അവസ്ഥയിലാണെങ്കിലോ ഉള്ളിൽ നമ്മളോട് സ്നേഹിക്കാറ്. എന്നോട് ഇതുവരെ ആരും പറഞ്ഞു തരയിട്ടല്ലേ. എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അത് എന്ത് ചെയ്യുക? നിർവഹിക്കാം. വളരെ ഐഡിയപൂർവ്വം നിർവഹിക്കാം. ഇത് നമ്മൾ നബിതങ്ങളോട് അള്ളാഹു പറഞ്ഞ നിങ്ങൾ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങിക്കോളിയെന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ നേരെ പിന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉത്തരവാദപ്പെട്ടവർക്ക് ആ കാര്യം എന്ത് ചെയ്ത് നല്ലോണം ആ കാര്യത്തിൽ ശ്രദ്ധിച്ചത്. ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നല്ല ചെയ്യണ്ട, നോക്കണ്ട, അതിൻ്റെതായ രീതിയിൽ നിർവഹിക്കുന്നതാണ്. അതാണ് ഈ ആയത്ത് നൽകുന്ന വലിയൊരു സന്ദേശം. ഇനി അടുത്ത ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താ അറിയാം? അതെല്ലാം ശ്രദ്ധിച്ചോളി. അതായത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമൂഹത്തിനും നല്ലോണം സമ്പത്ത് കൊടുത്തിരുന്നെങ്കിലും യഹൂദികൾക്ക് അല്ലാഹു തആല ഭൗതികമായിട്ട് നല്ല ആസ്തി കൊടുത്തു. ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് വരെയുള്ള അവസ്ഥ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനുമായിട്ട് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അല്ലാഹു തആല ഇവർക്ക് എന്ത് ചെയ്തു? നല്ല സമ്പത്ത് കൊടുത്തു.
ദുനിയാവിൽ ഓൾക്ക് നല്ല ആസ്തി ഉണ്ടായിരുന്നു, എല്ലാ നിലക്കും സുഭിക്ഷമായ അവസ്ഥയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ തിരുദൂതര് പ്രവാചകനായി വന്നപ്പോ അള്ളാഹിന്റെ തിരുദൂതരെ അംഗീകരിക്കാൻ ഇവർ തയ്യാറായില്ല. എല്ലാവരും അല്ല, ഒരു വിഭാഗം തയ്യാറായില്ല. ഒരു വിഭാഗം എന്നാൽ വലിയൊരു വിഭാഗം തയ്യാറായില്ല. അപ്പോ അള്ളാഹു താല എന്ത് ചെയ്തു അറിയോ? ഇവരെ സമ്പത്ത് ഇങ്ങനെ തിരിച്ചു പിടിക്കാൻ അറിയാം. ഇത് നമുക്കും കൂടി ബാധകമാണ്. സമ്പത്ത് അള്ളാഹു താല തിരിച്ചു പിടിക്കാൻ തുടങ്ങി. അങ്ങനെ അവര് മൊത്തത്തിൽ നല്ലോണം ഉള്ളവരായിരുന്നു വേദക്കാര്. അവരൊക്കെ സമ്പത്തിൽ ഭയങ്കരമായിട്ട് അവർക്ക് പ്രശ്നം വന്നു, ഭയങ്കര ദാരിദ്ര്യം അവർക്ക് വന്നു. അപ്പൊ ഇവര് പ്രചരിപ്പിച്ചു എന്തെന്ന് പറഞ്ഞാല് അള്ളാഹു താല പിശുക്കനാണ്. അപ്പൊ ആർക്കാ പ്രശ്നം? പടച്ചവനാണ്. പടച്ചോൻ പിശുക്കനായത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത്. തരാൻ ഭയങ്കര മടിയാണ് അവനിപ്പോ. അപ്പൊ അള്ളാഹു ഇറക്കരായിട്ട് നീ നോക്കി, ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഞമ്മക്ക് തരുന്ന എവിടെയാ നിങ്ങള്? അത് സൂറത്തുൽ അഅറാഫിലാണ്. ഞാൻ ആയത്തും കൂടി ഓതാം. ആദ്യം നോക്കി, വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല. വഖാലത്തിൽ യഹൂദ്, യഹൂദികളായ ആളുകൾ പറഞ്ഞു. എന്താ ഓല് പറഞ്ഞത്? യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിന്റെ കരങ്ങൾ അത് ബന്ധിതമാണ്, അള്ളാഹു ഹസ്തബന്ധിതനാണ്. നമ്മളറിയല്ലോ, ഓന് ഭയങ്കര മുറുക്കലാട്ടോ എന്ന് പറഞ്ഞാൽ ഓൻ എപ്പോഴും ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലല്ലോ അതിന്റെ അർത്ഥം. ചെലവാക്കാൻ മടിയുള്ളവർക്ക് അങ്ങനെ പറയും നമ്മളല്ലേ, അയ്യോ ഓന് ഭയങ്കര പിടുത്തത്തിന്റെ ആളാണ്, അവൻ്റെ അടുത്ത് കൂടി പോകണ്ട, അവൻ പിടിച്ചാലോ എന്നാ അല്ലല്ലോ അതിന്റെ അർത്ഥം. ഇവിടെ ഇപ്പൊ ഓര് പറയാണ് അള്ളാഹു താല ഇവർക്ക് കൊടുക്കണില്ല എന്നാണ് പരാതി. അപ്പൊ ഇവര് പറയാണെന്ത് നോക്കൂ, അവര് പറയാണ് യദുല്ലാഹി മഗ്ലൂല, അള്ളാഹു ഹസ്തബന്ധിതനാണ് എന്ന് അവര് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു താല പറയാണ് അള്ളാഹു അതിന് മറുപടി കൊടുക്കുകയാണ്. യഥാർത്ഥത്തില് അവരുടെ കൈകളാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഓലാണ് പിശുക്കന്മാര്. യഹൂദികൾ ചെലവാക്കാൻ ഭയങ്കര മടിയനുട്ടോ. ഓല തെറ്റോല് നോക്കണില്ല. ഓല് ചെലവഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരു സമൂഹമായിരുന്നു ആര്? യഹൂദികൾ. അപ്പൊ അള്ളാഹു പറയാണ് ഉല്ലത്ത് ഐദീഹിം, അവരുടെ കൈകളാണ് യഥാർത്ഥത്തിൽ എന്തേത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. വലുഇനൂ ബിമാ ഖാലൂ, അവരാ പറഞ്ഞ കാര്യം കൊണ്ട് അവർ ശപിക്കപ്പെട്ടവരാകുന്നു. അവിടെ നിർത്തൽ നിർബന്ധങ്ങളെ കാരണം എന്താ നിങ്ങള് അതിന് മീൻ വണ്ടിയില്ലേ, അവിടെ വഖഫയിൽ നിർബന്ധമാണ്. അത് അവിടെ വഖഫയിൽ നിർബന്ധമാണെന്ന് പറയാൻ കാരണം എന്താ നിങ്ങള് അവിടെ ഇപ്പൊ നമ്മൾ ഒന്നായിട്ട് അർത്ഥം വെച്ച ആകെ അർത്ഥന തിരി. അതായത് അവിടെ ഇപ്പോ അവര് പറയുന്നു അള്ളാഹുവിന്റെ കൈകൾ, അള്ളാഹു ഹസ്തബന്ധിതനാണ്, പിശുക്കനാണ്. അള്ളാഹു മറുപടി കൊടുക്കണം ഉല്ലത്ത് ഐതിഹ്യം, ഓല കൈകൾ തന്നെയാണ് ഏത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, പിശുക്കന്മാർ ഓല തന്നെയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് വലുഇനൂ ബിമാ ഖാലൂ, അവരിങ്ങനത്തെ വർത്താനം പറഞ്ഞുകൊണ്ട് ഓലെന്തായി ശപിക്കപ്പെട്ടു. പിന്നെ പറയുന്നതോ ബൽ യദാഹു മബ്സൂതതാൻ, അള്ളാഹുവിന്റെ കരങ്ങൾ എന്ന് പറയുന്നത് അത് എന്തല്ല, അത് അള്ളാഹുവിന്റെ പിന്നെ കരങ്ങൾ എന്ന് പറയുന്നത് അത് തുറന്നു വെക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ബന്ധിക്കപ്പെട്ട് പിന്നെ പിശുക്ക് കാണിക്കല്ല. അള്ളാഹുവിന്റെ കരങ്ങള് ഹസ്തങ്ങള് അത് നിവർത്തി വെക്കപ്പെട്ടതാണ്. അത് നമ്മള് അത് അങ്ങനെ അതിന്റെ നേരെ അർത്ഥം വെക്കുമ്പോ അങ്ങനെയാണ് ഉദ്ദേശം. എന്താ, നമ്മളെ കയ്യോല കരുതരുത്, കയ്യോല കരുതരുത്. അള്ളാന്റെ ഹസ്തങ്ങൾ ബന്ധിതമാണെന്ന് ഓര് പറഞ്ഞ് ഓരോ ഉദ്ദേശിച്ചിട്ട് പഠിച്ചോൻ പിശുക്കനാണെന്നാണ്. അള്ളാഹ് മറുപടി കൊടുക്കുമ്പോൾ നിങ്ങൾ പറയും പോലല്ല, അള്ളാന്റെ ഹസ്തങ്ങൾ അതെന്താണ് നിവർത്തി വെക്കപ്പെട്ടാണ് പറഞ്ഞാല് നല്ലോണം കൊടുക്കും, പഠിച്ചോൻ കൊടുക്കും എന്നുള്ള അർത്ഥത്തിലാണ്. കൈ ഇങ്ങനെ തുറന്നു വെച്ചു എന്നല്ല. പക്ഷെ ഇവിടെ അവിടെ നിർത്തൽ നിർബന്ധം കാരണം എന്താ അറിയോ, അവിടെ നിർത്താൻ ഞാൻ നേരെ അർത്ഥം വെക്ക് എന്തേ കാരണം വലുഇനൂ ബിമാ ഖാലൂ ബൽ യദാഹു മബ്സൂതതാൻ, അർത്ഥം മാറും. അള്ളാഹുവിന്റെ ഹസ്തങ്ങൾ നിവർത്തി വെക്കപ്പെട്ടതാണെന്ന് പറയുന്നവർ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വരും. അതിനോട് ചേർത്തി പറയരുതെന്ന് പറയാൻ കാരണം അതാണ്. അത് വേറെ മറ്റേത് വേറെ, രണ്ടും രണ്ടർത്ഥത്തിലാണ് വരുന്നത്. വലുഇനൂ ബിമാ ഖാലൂ, ഓരെന്താ പറഞ്ഞത്? അള്ളാന്റെ ഹസ്തങ്ങൾ ബന്ധിതമാണ്, അത് പറഞ്ഞതുകൊണ്ട് ഒരു ശപിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നിർത്താതെ അർത്ഥം വെച്ച് പോന്നാൽ ശേഷമുള്ളത് പറഞ്ഞതുകൊണ്ട് ഒരു ശപിക്കപ്പെട്ടിരിക്കുന്നു വരും.
ശേഷമുള്ള അള്ള പറയണ്ടാണ് നേരെ എതിരാണല്ലോ, ഓരോ ഉദ്ദേശം നേരെ എതിരാ. അള്ളാന്റെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടതല്ല, അത് എന്താണ് നിവർത്തി വെക്കപ്പെട്ടതാണ് എന്ന് പറയുന്നവർ ശപിക്കപ്പെട്ടാണെന്ന് വരാൻ പാടില്ലല്ലോ. അതാണ്, അതുകൊണ്ടാണ് അവിടെ നിർത്തണം എന്ന് പറയാൻ കാരണം. എന്നിട്ട് നോക്കൂ, അള്ളാഹു പറയാണ് യുൻഫിഖു കൈഫ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു താല ചെലവഴിക്കും. നോക്കൂ, അള്ളാഹു താല ആർക്കാണോ ഉദ്ദേശിച്ചത് ഓർക്ക് കൊടുക്കും. അത് പിഷ്കൊണ്ടല്ല, ചിലർക്ക് കൊടുക്കൂല, ചിലർക്ക് അള്ളാഹു താല കൊടുക്കും. وَلَيَزِيدَنَّ كَثِيرًا مِّنْهُم مَّا أُنزِلَ إِلَيْكَ مِن رَّبِّكَ طُغْيَانًا وَكُفْرًا. അള്ളാഹു പറയാണ് വലയസീദന്ന കസീറൻ മിൻഹും, അവരിലുള്ള സിംഹഭാഗത്തിനും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്തു. എന്ത്? മാ ഉൻസില ഇലൈക മിർ റബ്ബിക, നബിയെ അങ്ങയുടെ റബ്ബിൽ നിന്ന് അങ്ങേക്കിറക്കപ്പെട്ട ഖുർആൻ കൊണ്ട് തുഗ്യാനം വകുഫ്രാ, സത്യനിഷേധവും വഴികേടും അതോൽക്ക് വർദ്ധിപ്പിക്കുക ചെയ്തത്. അതാണ് ഖുർആനിൽ തന്നെ അള്ളാഹു തആല പറഞ്ഞത്. അള്ളാഹു ഖുർആൻ കൊണ്ട് ഒരു കൂട്ടരെ ഉയർത്തും, അള്ളാഹു ഖുർആൻ കൊണ്ട് ഒരു കൂട്ടരെ താഴ്ത്തും ചെയ്യും. അപ്പോൾ നന്നാകേണ്ടവർക്ക് നന്നാകാൻ ആവശ്യമായതൊക്കെ ഖുർആനിലുണ്ട്. വളഞ്ഞ് ചിന്തിക്കുകയാണെങ്കിലോ ഓൻ അങ്ങനെ പോവാ എന്നതുപോലെ നോക്കൂ, ഇവർക്ക് ഖുർആന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു നന്നാകാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ അവർക്ക് കുഫ്റും തൊഴിയാനും അതെന്താണ് വർദ്ധിക്കുക ചെയ്യേണ്ടത്. അതുണ്ടായത്. അങ്ങനെ ഉണ്ടല്ലേ നമ്മള് പിന്നെ എല്ലാ എത്തപ്പ എൻ്റെ കുട്ടി ഇങ്ങനെയെന്ന് വെച്ചാൽ പറഞ്ഞിടത്തോളം അവൻ കേടിലാണ് എന്ന് ചിലപ്പോൾ നമ്മൾ സാധാരണ വാപ്പാര് പറയലുണ്ട്. ഓന് ഉപദേശം കൊടുക്കുന്തോറും ഓൻ എന്ത് ചെയ്യാണ് അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാർക്ക് കുട്ടികൾക്കൊന്നും ഉപദേശം തീരെ ഇഷ്ടമല്ലല്ലോ. തന്നെ കുട്ടികൾ ഉസ്താദന്മാരോ സാറന്മാരോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നെറ്റിങ്ങനെ ചുളിക്കുകയാണ് അബസവത്തവല്ല കാരണന്മാർക്ക്. കാരണം പക്ഷേ അതിനൊരു താല്പര്യമല്ല, ഇപ്പം തുടങ്ങും വഴുത് എന്നുള്ള ആൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അല്ല ഉപദേശിക്കാൻ വല്ലപോലൊക്കെ എല്ലാം തഴഞ്ഞു നമുക്ക് തന്നെ അത്യാവശ്യമൊക്കെ അറിയാന്നുള്ള ഒരു ധാരണയാണ് ഉള്ളത്. അപ്പൊ ചിലപ്പോൾ വല്ലാതെ പറഞ്ഞാൽ ഓൽക്ക് ധിക്കാരം വർദ്ധിക്കുക ചെയ്യാം. ഇവർക്ക് ഖുർആന് ഇവർക്ക് ഇറക്കപ്പെട്ട ഖുർആന് വിധങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുത്താലും അത് ഓൽക്ക് എന്ത് ചെയ്യണം, പിന്നെ ഒരു വീണ്ടും ഓരോ സത്യനിഷേധത്തിൽ സജീവാകാം. അതുകൊണ്ട് വഅൽഖൈനാ ബൈനഹുമുൽ അദാവത വൽ ബഗ്ളാ, അല്ലാഹു പറയാണ് നാം അവരിൽ ശത്രുതയും അതുപോലെ പരസ്പര വിദ്വേഷവും അവരിൽ നാം നൽകി. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ, ഖിയാമത്ത് നാൾ വരെ. അതാണ് അവരിൽ ഭയങ്കര പരസ്പരം ഒരു ഭയങ്കര ശത്രുത കാണിക്കും. എന്നാലോ ഓല് ചാൻസ് കിട്ടിയാൽ ഓലെ പണി എന്താ അറിയോ? അതാണ് കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബ്, യുദ്ധാഗ്നി അവർ കത്തിക്കുമ്പോഴെല്ലാം അല്ലാഹു തആല അതിനെ കെടുത്തിക്കളഞ്ഞു. അവർ യുദ്ധാഗ്നിയെ കത്തിക്കുമ്പോഴെല്ലാം കുഴപ്പമുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനെതിരെയും ഭയങ്കര കളി കളിക്കുക. അപ്പോഴൊക്കെ അല്ലാഹു തആല അത് കെടുത്തി. വയസ്അഊന ഫിൽ അർളി ഫസാദാ, ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കുന്ന കാര്യത്തിൽ വല്ലാതെ പോലും പ്രയത്നിച്ചു. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു തആല കുഴപ്പമുണ്ടാക്കുന്നവരെ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അങ്ങനത്തെ ആൾക്കാർ അല്ലാഹുവിന് ഒരു താല്പര്യമില്ല. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ ഒന്ന് ഇവരുടെ തെറ്റായ ധാരണയാണ്. അതിപ്പോ യഹൂദികൾക്ക് മാത്രമാവില്ല, ചിലപ്പോ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്കും തോന്നും എന്താ ഇപ്പൊ പടച്ചോന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് എന്തിനാ അങ്ങനെ ഇടങ്ങാറാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ നൈജീരിയയിൽ അല്ലെങ്കിൽ മ്യാൻമറിൽ സുഡാനിൽ ഇങ്ങനെയൊക്കെ പല സ്ഥലം, ഡൽഹിയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ പട്ടിണി കിടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നും പടച്ചോൻ എന്താ കൊടുത്തൂടെ, കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. അതൊക്കെ ഓരോരോ പരീക്ഷണങ്ങൾ, അങ്ങനെയുള്ള ദുന്യാവ്. എല്ലാവരെയും അല്ലാഹു തആല ഒരേപോലെ ആക്കൂല. അതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്ക് എന്ത് ചെയ്യണം, വേണം. അപ്പോൾ നമ്മളും ചിലപ്പോൾ പറയും പടച്ചോന് എന്തായിരുന്നാലും നമ്മളൊന്നും കാണൂലേ, കുറേ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ള ഒരു ധാരണ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കൊടുക്കുമോ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. നമുക്കിപ്പോൾ അതിൽ യാതൊരു റോളും ഇല്ല. പിന്നെ എന്താ ചെയ്യുക? നമുക്കൊരു അവകാശം കിട്ടാനൊക്കെയാണെങ്കിൽ ചോദിച്ചു വാങ്ങാം. ഉണ്ടല്ലോ, അവകാശമാണെങ്കിൽ നമുക്ക് ചോദിച്ചു വാങ്ങാം.
അതിന് ഈ ആളുകൾക്ക് ഇപ്പോൾ ഇന്നലെ എനിക്കൊരാൾ ഞാനൊരാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇമ്മ മരിച്ചു ഉസ്താദപ്പം അടുത്ത്, ഉമ്മാൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ട്, എപ്പോഴാണ് അറിയണ്ടേ പറഞ്ഞു. പൈസ കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അറിയണ്ടല്ല, വാപ്പാക്ക് പൈലും അവകാശം ഉണ്ടാകുമോ ചോദിച്ചോട്. ഇപ്പം തന്നെ മനസ്സിലായി കൊടുക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെത്ര ആളുണ്ട് ചോദിച്ചു. അപ്പോൾ ഒരു എണ്ണൊക്കെ പറഞ്ഞു, ഞങ്ങൾ ആണുങ്ങൾ ഇത്രയാണ്, പെണ്ണുങ്ങൾ അത്യാവശ്യം ഉണ്ടോണ്ട് കേട്ടോ ഉമ്മാൻ്റെ അടുത്ത്. അപ്പോൾ വാപ്പാക്ക് പൈലുണ്ടാകുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ മക്കളുണ്ടായതുകൊണ്ട് വാപ്പാക്ക് 4-1 വാപ്പാക്കളിലാണ്. മക്കളില്ലെങ്കിൽ പിന്നെ ഭാര്യൻ്റെ മുതലിൽ ഭർത്താവിന് പകുതി ഉണ്ടാവും. മക്കൾ ഉണ്ടെങ്കിൽ ഭാര്യൻ്റെ മുതലിൻ്റെ 4-1 ആർക്ക് തന്നെയാണ്, ഭർത്താവിനാണ്. അപ്പോൾ 4-1 ഉപ്പാക്ക് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ ആണൊരും പെണ്ണൊരും വെച്ചളിയാണ്. എന്നായിക്കോട്ടെ പറഞ്ഞു, ഒരു സുഖമില്ലാത്ത ആയിക്കോട്ടെയാണ്. അത്രയ്ക്ക് മനസ്സിലായി സംഗതി. ഇത് എന്ത് കാട്ടിയാവട്ടെ, വാപ്പനോട് ചിലപ്പോൾ സോപ്പിട്ടു, നിങ്ങൾക്ക് ഇപ്പോൾ ഈ വയസ്സുകാലത്തിന് 4-1 എന്നൊക്കെ ചോദിച്ചിരിക്കും ചിലപ്പോൾ. വിടൂലട്ടോ. ഞാൻ അങ്ങനെ എൻ്റെ ശബ്ദം കേൾക്കേണ്ട ഉമ്മാർ ശ്രദ്ധിച്ചോളി, ഉമ്മാരെ നല്ല കാര്യത്തിന് ചിലവായിക്കോളി കേട്ടോ. തമാശരല്ല, ഇതാണോരും പെണ്ണോരും വെച്ച് പോലാണ് തർക്കിച്ചാണ് പോകും. മുഴുവൻ കൊടുക്കണം എന്നല്ല കേട്ടോ. ഞാൻ ഏതായാലും പോകണം, ഒക്കെ കിടക്കട്ടെ, വല്യടികൾക്ക് അറിയാൻ പാടില്ല. അങ്ങനെ വേണ്ട, വല്യടിക്ക് അത്ര ദാരിദ്ര്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് കാര്യത്തിനുള്ള വേറുള്ളൊരു കുടുങ്ങാനും പാടില്ല. വസിയത്ത് 3-1 കൂടാൻ പാടില്ല അറിയാൻ കാരണം അതാണ്. എന്നാലോ നമ്മൾ തീരെ കൊടുക്കാതെ വെച്ചിട്ടുണ്ടല്ലേ. നോക്കി നിങ്ങളിപ്പോൾ ആ ഉമ്മ ചിലപ്പോൾ അല്ലാഹു കാലം എത്ര ഉണ്ട്, സക്കാത്തിൻ്റെ 600 ഗ്രാം വെള്ളിൻ്റെ അവിടേക്ക് എത്തിയ കാശുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ടല്ലേ. ഇവർക്ക് അങ്ങനെ ചിന്തയൊന്നും ഉണ്ടാവില്ലേ. പിന്നെ ഒരു കവറിൽ കിടക്കേണ്ടപോലെ ഇടങ്ങാറാവും ചോദിച്ചു. ഇവൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് തൽക്കാലം തീർക്കും ചെയ്യും. ഇതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ, മുതലിൻ്റെ അവസ്ഥ. അതിൻ്റെ അർത്ഥം നമ്മൾ ഒന്നായിട്ട് ഇതാക്കാന്നല്ല കേട്ടോ, അതൊന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ പറയുന്നത് പൊതുവെ ആ കാര്യത്തിൽ എല്ലാവരും മസലക്ക് എന്ത് ചെയ്യും, നല്ലോണം നോക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കുറേ ചിലർ വളരെ ആത്മാർത്ഥമായിട്ടിട്ട് അതിൻ്റെ പോലെ ആയിക്കോട്ടെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അധികം അമ്മമാരും എനിക്കൊന്നും വേണ്ട മക്കളെ, നിങ്ങളല്ലേ എന്നെ നോക്കണ്ട, അങ്ങനെ ഉണ്ടല്ലോ. എത്രയോ അമ്മമാർ അങ്ങനല്ലേ. ചിലർ വിട്ടെടുക്കില്ല, എൻ്റെ ഒരു എനിക്ക് തന്നെ കിട്ടണം, നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയേണ്ട പോലെ ഉണ്ടാവും. ഓരോ കുഴപ്പമാണ്. സ്നേഹമാണ് കൊടുക്കണേ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരുവേ. കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പുറത്ത് തന്നെ ചില ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഒരു കാലാണെന്ന്. അങ്ങനെ ആകരുത്, ശരിക്കും അങ്ങനെ ആയിരുന്നു. എന്നാൽ ചിലരോ പോസിറ്റീവായത് പറയാം. ചിലരൊക്കെ ഇമ്മാരെയും വാപ്പാരെയൊക്കെ നോക്കുന്നത് ആ ശ്രദ്ധ ആ കാര്യത്തിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ. ഓൽക്ക് വേണ്ടി ഇത് വരക്കാൻ പറയുമ്പോൾ നമുക്ക് നല്ല അനുഭവമാണത്. ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഉമ്മാക്ക് ഇത് വരക്കൊണ്ട്, ഇപ്പാക്ക് ഇത് വരക്കൊണ്ട്, ഓൽക്കൊരു ബുദ്ധിമുട്ട്, അത് ഒരു സന്തോഷമാണ് കേൾക്കേണ്ടത്. അത് സന്തോഷമാണ്. അത് ആ ഉള്ളു തട്ടിക്കാണ്ടുള്ളൊരു പറച്ചിലായിരിക്കും അത്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായിരുന്നാലും അപ്പോൾ പൊതുവെ ആളുകളുടെ ഒരു ധാരണ അത് യഹൂദികൾക്ക് വല്ലാതെ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ഈ ആയത്ത് നൽകുന്നൊരു സന്ദേശം എന്താ പറയുക, നിങ്ങൾ അള്ളാഹ് ഉദ്ദേശിച്ചു കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ തൊട്ട് പിറകെ നിങ്ങൾക്ക് സമ്പത്തൊക്കെ ഞാൻ തരും, പക്ഷെ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മതി എന്നാണ്. ആ ആയത്ത് നോക്കി, അതാണ് അടുത്ത ആയത്തിൽ പറയുന്നു, വലൗ അന്ന അഹ്ലൽ കിതാബി ആമനൂ വത്തഖൗ ലകഫർനാ അൻഹും സയ്യിആതിഹിം വല അദ്ഖൽനാഹും ജന്നാത്തിൻ നഈം. വലൗ അന്ന അഹ്ലൽ കിതാബി ആമനൂ വത്തഖൗ, ആ വേദക്കാരായ ആളുകൾ ശരിയായ രൂപത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലകഫർനാ അൻഹും സയ്യിആതിഹിം, അവരിലുള്ള പാപങ്ങളൊക്കെ നാം അവർക്ക് പുറത്തു കൊടുക്കും. വല അദ്ഖൽനാഹും ജന്നാത്തിൻ നഈം, സ്ഥിരവാസത്തിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗീയ ആരാമങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് അതൊക്കെ ജീവിക്കാൻ ആവശ്യമായതൊക്കെ അല്ലാഹു തആല തരും. പക്ഷെ എന്ത് വേണം? ഈമാനും വേണം, നല്ല തഖ്വയും വേണമെന്നാണ്. നിങ്ങൾ വെറുതെ വേദാറേണ്ട ആവശ്യമില്ല, അതെന്ത് ചെയ്യും, ഞാനാണ് തരും എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ ഇത് അഹ്ലി കിതാബികളോട് പറഞ്ഞതാണെങ്കിലും ഇത് നമുക്കും ഈ വിഷയം എന്താണ്, ബാധകമാണ്. അഹ്ലി കിതാബികൾക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും ബാധകമാണ്. ഈ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വേറെ ചില ആയത്തുകളിൽ പറയുന്നത്. ഞാൻ ആ ആയത്ത് കൂടി ഒന്ന് പറയാം. നൂറ്റി 63 പേജ് നോക്കി. 163 സൂറത്തുൽ അഅറാഫിലെ 96.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കസ്സബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. നേരത്തെ അല്ലാഹു തആല ചില ആളുകളെ നശിപ്പിച്ചു. ആ നശിപ്പിച്ചത് സംബന്ധമായിട്ട് അല്ലാഹു പറയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറ, ആ ഗ്രാമവാസികൾ, ആ നാട്ടുകാരായിരുന്നുവെങ്കിൽ, ആമനൂ, അവർ സത്യത്തിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വത്തഖൗ, അവർ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ബറക്കത്തിന്റെ വാതായനങ്ങൾ നാം അവർക്ക് തുറന്നു കൊടുക്കും. നോക്കൂ, ബറക്കത്തുകൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷേ വലാകിൻ കസ്സബൂ, അവർ സത്യത്തെ നിഷേധിച്ചു. അതുകൊണ്ട് ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണം നാം അവരെ ശിക്ഷിച്ചു, നാം അവരെ പിടിച്ചു ശിക്ഷിച്ചു. ഈ ആയത്തിൽ പറയുന്നത്, ഈമാനും തഖ്വയും ഉണ്ടായിരുന്നെങ്കിൽ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു എന്നാണ്. ആകാശത്ത് നിന്ന് തുറന്നു തരിക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കൊണ്ട് ഉദ്ദേശം എന്താണ്? മഴയാണ്. ഭൂമിയിൽ നിന്ന് അല്ലാഹു തആല തരുന്നു പറഞ്ഞാൽ നമ്മളെ ഭക്ഷ്യവസ്തുക്കളുമാണ്. എല്ലാവരും വിട്ടു ഞാൻ തരും, അതല്ല ഇപ്പൊ കാര്യമായിട്ട് ഇപ്പൊ നമുക്ക് വേണ്ടാതാണല്ലോ. നമ്മൾ പറയും ഇപ്പൊ എന്തത്ര കുട്ടിയൊക്കെ അരി വാങ്ങണ്ടേ, ഇതാ പറയാ, അതിനൊരു ജോലി വേണ്ടെന്ന് നമ്മൾ പറയാം. എല്ലാവരെയും ആഗ്രഹം തന്നെയുള്ളൂ, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് നല്ല സുഭിക്ഷമായ അവസ്ഥ വേണം, അതിൽ നമുക്ക് എന്ത് ചെയ്യരുത്, ഒരു കുറവ് വരരുത് എന്നല്ലേ ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പണ്ടൊക്കെ എല്ലാവരും പറഞ്ഞിട്ടത് കുട്ടികളെ കെട്ടിക്കാണ്ട് കുട്ടികൾ, ഇപ്പൊ അത് വിട്ടുകൊടു. കാരണം സ്വർണത്തിന് അമ്മാതിരി കയറിൽ കയറുകയാണ്. ഇങ്ങനെ കയറിയാൽ ചിലപ്പോൾ പറ്റ വിട്ടോളൂ ആൾക്കാർ. ഒരു അണ്ടക്കണ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ പണ്ടത്തിന്റെ കാര്യം പറ്റണ ഒഴിവായി വെള്ളിമക്കണ് വന്നോളൂ. നിവിധങ്ങളെ കാര്യത്തിൽ കാര്യമായിട്ട് വെള്ളിയാണ് ആവരണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അയിമക്ക് ഓടും. കുട്ടികളൊന്നും നമ്മൾ ഈ സ്വർണ്ണാഭരണം ടൈലിതിലൊന്നും വിടരുതിട്ടപ്പോ ചെവി അടക്കം കൊണ്ടുപോകും, കൈയടക്കം വെട്ടിക്കൊണ്ടുപോകും. കാരണം അത്രക്കും വില ആകാണ് സാധനം, എവിടുക്കാതിൻ്റെ പോക്ക്. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും അത് വല്ലാതാണ് മോഹിച്ചിട്ട് കാര്യമില്ല എന്നുള്ള നിലക്ക്. എന്നാലും ചിലർ അതൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടാനാണ്ട് 10 കൊടുക്കാനേ പറ്റുമെന്നൊക്കെ പറയാണ്. ഉമ്മാർ പറഞ്ഞു കൊടുക്കുകയാണ് ഭർത്താക്കന്മാരോട്, 10 പവനില്ലാതെ എങ്ങനെ ആ കുട്ടിനെ പറഞ്ഞേക്കുക, അത് നിങ്ങൾ വാങ്ങിക്കളി, കല്യാണം കഴിഞ്ഞപ്പോൾ ഇതിന് കിട്ടിക്കോളും, ആൾക്കാർ തന്നോളൂ എന്നറിയണം. എങ്ങനെ കൊടുത്താലും എത്തൂല കേട്ടോ, ഒരു പാവൻ മക്കളെ എത്തൂല ആൾക്കാർ തന്നത്. അത് കൊടുത്ത ബിരിയാണിന്റെ കൂട്ടി ജീവിച്ചാൽ തീരണ്ടാവില്ല തന്നെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നോക്കണല്ലോ ആൾക്കാർ. അങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ ഇത് ഈ കൂടുണ്ടൊന്നും പോലും ചിന്തിക്കൂല. ആണുങ്ങളോട് എന്താ പറയാറോ, അതൊക്കെ നിങ്ങൾ ശരിയാക്കണ്ടേ. അങ്ങനെ തന്നെയല്ലേ ആണുങ്ങൾ. എൻ്റെ ഇപ്പൊക്കെ എത്ര ഇടങ്ങാറായതാ, എവിടെ അന്ന് 2000 കാരണം പവൻ, ഇന്ന് 1 കൂടിയാണ് 2000ന്റെ മേലെ 1 ലക്ഷം. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും ഉപജീവനം ഇപ്പൊ പൊന്ന് പാടെ നിൽക്കട്ടെ, ബാക്കി ഇപ്പൊ നമുക്ക് ഭക്ഷണം വേണമല്ലോ, അതിൽ അള്ളാഹു തന്നോളും, അള്ളാഹു താല തരും. അള്ളാഹു താല പറയാണ് തഖ്വയും ഈമാനും വേണമെന്നാണ്. ഇനി ഇതിൽ തന്നെ അടുത്ത ആയത്ത് കൂടി നോക്കി, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. വലോ അന്നഹും, ഇപ്പോൾ ഓലെന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് സ്വത്ത് കമ്മിയാണ്, മുതൽ കമ്മിയാണ്, നല്ല ഉണ്ടേനും ഒക്കെ പോയി. ഇപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ ആയി? അപ്പോൾ പഴയ മാരിക്കൊന്നല്ല, പഠിച്ചോന് ഹസ്തബന്ധിതനാണ്, ഓൻ പിഷ്കനാണെന്നാണല്ലോ അള്ളാഹു പറയാ. വലോ അന്നഹും അഖാമുത് തൗറാത്ത വൽ ഇൻജീൽ, അള്ളാഹു തആല പറയാണ്, നോക്കൂ, അവർ തൗറാത്തും അതുപോലെ തന്നെ ഇഞ്ചീലും ഇതാണ് അവർക്ക് അള്ളാഹു തആല കൊടുത്തത്. ആ തൗറാത്തും ഇഞ്ചീലും ഒക്കെ അവര് അതിൽ യഥാർത്ഥ രൂപത്തിൽ പോലും നിലകൊണ്ടിരുന്നുവെങ്കിൽ, അതിനെ നിലനിർത്തിയിരുന്നുവെങ്കിൽ, വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്ന് അവരിലേക്ക് ഇറക്കപ്പെട്ട ലാസ്റ്റ് വന്ന ഖുർആൻ കൊണ്ടും അതുകൊണ്ട് അവര് നിലകൊണ്ടിരുന്നുവെങ്കിൽ ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, അവരുടെ മുകളിൽ നിന്നും അവരുടെ കാലുകളുടെ അടിയിൽ നിന്നും അവർ ആഹരിക്കുമായിരുന്നു.
അള്ളാഹു താല പറയാണ്, പക്ഷെ എന്താ ഇവിടെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ, പട്ടിണി, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരാൻ കാരണം എന്താ? നിങ്ങൾ തൗറാത്തും ഇഞ്ചീലും ഖുർആനും അംഗീകരിച്ചില്ല. തൗറാത്തിന്റെ ഇഞ്ചീലിന്റെ ആൾക്കാരാണെന്ന് പറയുന്ന നിങ്ങൾ അതിനനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് തന്നു. അള്ളാന്റെ തിരുദൂതര് വന്നപ്പോൾ തിരുദൂതരെ അംഗീകരിക്കേണ്ടതായിരുന്നു, അത് നിങ്ങൾക്ക് ഉണ്ടായില്ല. ശരിക്കും ആലോചിച്ച് നോക്കി, നബിന്റെ ഒരു മഹത്വം കേട്ടോ. ഇവർക്ക് ഈ പണിയൊക്കെ കിട്ടുന്നതുകൊണ്ടാണ്. അള്ളാന്റെ തിരുദൂതര് നമ്മളിങ്ങനെ ഈ ഖുർആൻക്ക് ആഴത്തേക്ക് ഇറങ്ങിയാലേ ഒക്കെ നബിയിലേക്ക് എത്തുമല്ല. ലതർക്കബുന്ന തൊബക്കന്നൻ തൊബക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ ഒരായത്തിൽ, ഇൻഷിഖാഖ് സൂറത്തിൽ. സത്യം ചെയ്തുകൊണ്ട് പറയണം അല്ലാഹു തആല, ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആകാശത്ത് വല്ലാത്തൊരു ശോഭ ഉണ്ടാവും, നല്ലൊരു കളറ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്. അതിനെ വെച്ച് അല്ലാഹു തആല സത്യം ചെയ്യാം, ആ ശോഭയെ വെച്ച്. അതുപോലെ തന്നെ പൗർണമിയെ വെച്ചിട്ട് പൂർണ്ണ ചന്ദ്രൻ വൽ ഖമരി ഇദത്തഫഖ് എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നത് എന്താ അറിയോ? ലതർകബുന്ന തൊബക്കന്നൻ തൊബക്ക്. നിങ്ങളിങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിനർത്ഥം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നിങ്ങൾക്ക് മരണം വരാണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ മരണത്തിന്റെ ശേഷം ഖബറുണ്ട് കേട്ടോ, ചോദ്യം ചെയ്യലുണ്ട്, മഹ്ശറുണ്ട്, അവിടെ ഹിസാബ് ഉണ്ട്, അവിടെ സിറാത്ത് കിടക്കണം, അവിടെ മീസാൻ ഉണ്ട്, ഇങ്ങനെ കടമ്പ അതാണ്. എന്നാൽ മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ പടിപടിയായി കയറുന്നു പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഉമ്മാന്റെ വയറ്റിലായിരുന്നു, പിന്നെ നിങ്ങൾ മുല കുടിക്കുന്നൊരു പ്രായം പ്രസവിക്കപ്പെട്ട് നിങ്ങൾക്ക് വന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് നടക്കാൻ ഇതിനൊക്കെ അങ്ങ് കഴിഞ്ഞു, പിന്നെ വകതിരി പറ്റിയ അവസ്ഥ എത്തി, അങ്ങനെ പിന്നീട് നിങ്ങളൊരു യൗവനം വന്നു, പിന്നെ മധ്യവയസ്കത നൽകി, പിന്നെ വാർദ്ധക്യം നൽകി, പിന്നെ പടു വൃദ്ധനായി. ഇങ്ങനെ ഈ ഘട്ടമാണ് അതിൻ്റെ ഉദ്ദേശം എന്നാണ്. എന്നാൽ അതിൻ്റെ വേറെ അർത്ഥം എന്താ? പറഞ്ഞാല് നബിയെ അങ്ങ് കേറിക്കൊണ്ടിരിക്കുന്ന നബിയോടാണ് പറയുന്നത്. അത് മിഅ്റാജാണ് ഉദ്ദേശം. നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഒക്കെ ലാസ്റ്റ് അള്ളാന്റെ തിരുതലിലേക്കാണ് എത്തുന്നത്, നബിന്റെ മഹത്വത്തിലേക്കാണ് എത്തുക എല്ലാ കാര്യങ്ങളും. ഇവിടെ ഇവർക്ക് പണി കൊടുക്കാൻ കാരണം എന്താ? മുത്തുനബിയുടെ വിശേഷണങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. സാധനം പോലെ എടുത്തിട്ടുണ്ട്, എന്നിട്ട് പോലും അത് മാത്രം അംഗീകരിക്കുന്നില്ല. അപ്പോൾ അല്ലാഹു തആല പിടിച്ചു ഓല സമ്പത്തൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി. ഓല അള്ളാഹുവിൽ നിന്ന് വിട്ടപ്പോൾ അവിടെ പിൻവലിച്ചു. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, തൗറാത്തിലും ഇഞ്ചീലിനുള്ളിനനുസരിച്ച് നിങ്ങൾ നിലകൊണ്ടാലും മാത്രല്ല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം, നിങ്ങളെ റബ്ബിൽ നിന്ന് അവരിലേക്ക് ഇറക്കപ്പെട്ടു. അത് ഖുർആനാണ്. ഇപ്പോൾ ഖുർആൻ വന്നല്ലോ, അതുകൊണ്ട് ഖുർആനും അതിനനുസരിച്ച് നിങ്ങൾ നിലകൊണ്ടാൽ ലഅകലൂ ഒരു തിന്നുമായിരുന്നു. എവിടുന്ന്? മിൻ ഫൗഖി, മുകളിൽ നിന്ന്, വമിൻ തഹ്തി അർജി, കാലിൻ്റെ അടിയിൽ നിന്നും. അതിൻ്റെ അർത്ഥം മുകളിൽ, തലന്റെ മുകളിലും കാലിൻ്റെ അടിയിലൊന്നല്ല. അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ആകാശത്തുനിന്ന് മഴ കിട്ടും, ഭൂമിയിൽ സസ്യലതാദികൾ മുളക്കും, അല്ലാഹു തആല അവർക്ക് എന്ത് ചെയ്യും? ആഹാരം കൊടുക്കുന്നതാണ്. തിന്നലല്ലേ വേണ്ടത്. അതിനാവശ്യമായി എല്ലാം അല്ലാഹു കൊടുക്കും. രണ്ട് ഡിമാൻഡാണ് വെച്ചത്, ഒന്ന് ഈമാനും വേണം, മറ്റൊന്ന് തഖ്വയും വേണം. ഒരു പറയും ഞങ്ങൾ വിശ്വാസികളാണ്, എന്നാൽ വിശ്വാസികളിൽ നിന്ന് വരുന്ന പോലെ ഇരുന്ന് വരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു പാടാണ്. ഈ കഥയ്ക്ക് അല്ലാഹു തആല എങ്ങനെ പറയുന്നത് എന്തിനാ ഞങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടായ നമുക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇങ്ങനൊരു കൂട്ടർ കഴിഞ്ഞു പോയി, അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നിങ്ങൾക്ക് ഇനി ആ അവസ്ഥ ഉണ്ടാക്കട്ടെ. നമ്മളെ ഇപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്, അപ്പോൾ കൊടും വളവുള്ള സ്ഥലത്തെത്തിയപ്പോൾ വാപ്പ മകനോട് പറയാൻ നോക്കി, ഈ വളവിലാണെന്നാണ് ഇപ്പോൾ 2-3 അപകടം ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ വാപ്പ കുറേ കഥയൊക്കെ പറഞ്ഞതല്ല, നല്ല ശ്രദ്ധിച്ചോണ്ടി ഇപ്പാൻ്റെ കുട്ടി പോകുമ്പോൾ ശ്രദ്ധിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. കാരണം വാഹനങ്ങൾക്ക് സ്പീഡുള്ളത്, വാഹനങ്ങളല്ല സ്പീഡ് ഉണ്ടാവും. അപ്പോൾ 120-ലൊക്കെ പോകാനുള്ള ഇതൊക്കെ അതിനുണ്ടാവും. അത് ആ കമ്പനീൻ്റെ മിടുക്കാണ്. പോകേണ്ട ആളെ മിടുക്കെന്താ? നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കണ്ണും മൂക്കും ഇല്ലാതെ നമ്മളെ റോട്ടിനൊക്കെ ആ രൂപത്തിൽ പോയാൽ എല്ലാം തീരും. അപ്പോൾ നമ്മളെ മിടുക്കെന്താ? നമ്മളെ മിടുക്ക് ഒരു കമ്പനി ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നിടത്താണ്. അപ്പോൾ ഇങ്ങനെ ഇത് കൊടുക്കുമ്പോൾ ബുദ്ധിയുള്ള ആൾ മനസ്സിലാക്കും, ഈ വളവ് ശ്രദ്ധിക്കണം. അതിനാണ് വാപ്പനോടാ പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ കഴിയാൻ ഞാൻ എന്താ? നിങ്ങളൊന്നും ഉണ്ടായിരിക്കും വാപ്പ, ഒന്ന് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വർത്താന, ഈ വർത്താനം എന്തിനാ പറയണ്ടോ മനസ്സിലാക്കണ്ടേ? ഇതുപോലെയാണ് ഒരവസ്ഥ. ഒരു ഗ്രന്ഥമൊക്കെ ഞങ്ങളെ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുക, എന്നാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ വല്ല തലയ്ക്ക് കയറുന്നില്ല.
അപ്പൊ നമ്മളോട് അല്ലാഹു തആല ഇത് പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ പറ്റി എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിലേറെ കണക്കിൽ വരും. കാരണം നമ്മൾ ഖുർആന്റെ അനുയായികളാണ്. നമ്മളിപ്പോ നമുക്ക് നല്ല രണ്ട് നിലക്ക് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോ ഒന്ന്, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്ത ക്ലാസ്സിന് വരുമ്പോഴേക്ക് നമ്മൾ 2026 കിടക്കും. എൻ്റെ കൂടെ ദൂരസ്ഥലങ്ങളിൽ ക്ലാസ്സിന് പോയതിൻ്റെ സഹോദരനെ മിഞ്ഞാന്ന് എന്നോട് ചോദിച്ചു, ഉസ്താദ് 2024 ഡിസംബർ 31 എവിടെയാണ് ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ചോദിച്ചു. നമ്മൾ പോയ ക്ലാസ് ഏതാ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ചോദിച്ചു. ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ചൂടുന്നിട്ടില്ല. അവൻ എന്നോട് പറഞ്ഞു, നമ്മളന്ന് മമ്പുറത്തേന് ക്ലാസ്. അപ്പം ചോർമ്മ വന്നു. മമ്പുറത്തുനിന്ന് കഴിഞ്ഞ 2025 പിറവി ആ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി മമ്പുറത്തുനിന്ന് ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് കാരത്തോട്ടുനിന്ന് നേരെ കോണം പാർക്ക് ചാടിൻ്റെ ഐങ്കലിൻ്റെ ആ റോഡിന് അങ്ങനെയാണ് പോകുമ്പോൾ ന്യൂ ഇയറിൻ്റെ രാത്രിയാണല്ലോ. ഞങ്ങൾ പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് എന്ത്, കുപ്പി പൊട്ടിക്കുന്നുണ്ട് അവിടെ. കുപ്പി പൊട്ടിക്കുന്ന കള്ളിൻ്റെ കുപ്പിയായിട്ട് കുട്ടികൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ഓർമ്മിപ്പിച്ചാണ് എന്നെ. അപ്പം ഞാൻ ചിന്തിക്കേണ്ടതല്ല എത്ര പെട്ടെന്ന് അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞതെന്നാണ്. എന്നേ പത് പടുത്ത് പോയമാർക്ക് തോന്നാൻ ഒരു കൊല്ലായി. ആലോചിച്ചൊക്കെ 2026 കലണ്ടർ മാറുകയാണ്. 25 പിറവി കണ്ട കുറെ ആൾക്കാർ മരിച്ചുട്ടോ, പല കാരണത്താൽ മരിച്ചു. ഇനിയിപ്പോ 26 ബഹളം വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ മോശമല്ലേ അറിയാണ്ട് 27 ഇപ്പോൾ ഇവരുണ്ടാകുമോ ഈ ബഹളം വെക്കുന്ന എല്ലാവരും? ഇവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളും കൂത്താട്ടം. ചിലപ്പോ 27 ഇപ്പൊ കൂത്താടിയ പല ആൾക്കാരും കൂത്താടുമ്പോൾ ഒപ്പം കൂത്താടിയ ചില ആൾക്കാർ കബറിലാകെ ഇടങ്ങാറാകെ ആൾക്കാർ ചിന്തിക്കുന്നില്ല. രണ്ട് നിലക്ക് ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കണം. ഒന്ന്, ഒരു പുതിയ വർഷം വരികയാണ്. രണ്ട്, നമ്മള് റജബിലാണ്. ഒക്കെ രണ്ടറുതിയുള്ളോ. കഴിഞ്ഞ റജബ് കഴിഞ്ഞ് എത്ര പെട്ടെന്ന് ഇപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കൽ തുടങ്ങി, റമദാൻ ആയില്ലേ? കാരണം എന്താ, ദുആയിലൊക്കെ എന്ത് വരാൻ തുടങ്ങി? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അത് കാണാനല്ലേ അതിലുണ്ടാവില്ല. നമ്മളത് പേപ്പർ ഉണ്ടായിരുന്നു, ഇവിടെ കാണില്ല. ഇതുണ്ടാക്കണം, സലാമാക്കാം. അതുണ്ടാക്കണം. റജബിന് കയറി കഴിഞ്ഞാൽ നിബിതങ്ങൾ സ്ഥിരമായിട്ട് ദുആയിരുന്നിരുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കൂട്ടലുണ്ട്. അതിൽ ശരിക്കും ആ പ്രാർത്ഥനയിൽ പെട്ടായിരുന്നു. വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി എന്നൊക്കെ പറയുന്നുണ്ട് ആ പ്രാർത്ഥനയില്ല. പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇനി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാന, അങ്ങനെ എന്താ രണ്ടാൾക്കുണ്ട്. അപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ.
വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ. ഇതാണിപ്പോ ആ ദുആ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ 4 മാസങ്ങളാണ് അനുഗ്രഹീത മാസങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞത്. ഒന്ന് റജബ്, മറ്റൊന്ന് ദുൽഖഅദ്, മറ്റൊന്ന് ദുൽഹിജ്ജ, മറ്റൊന്ന് മുഹറം. ഈ 4 അതായത് യുദ്ധം ഹറാമായ മാസങ്ങൾ എന്ന് പ്രത്യേകം പറയപ്പെട്ട കേട്ടോ. ഇതിനേക്കാളൊക്കെ മുകളിലേക്കാണ് ഏത്? റമദാൻ. അത് വേറെ നിരക്കുള്ള മഹത്വമാണ്. റബീഉൽ അവ്വലിന്റെ മഹത്വം, പുണ്യനിബിതങ്ങൾ ജനിച്ചു എന്നുള്ളത് വേറെ നിരക്കുള്ള മഹത്വമാണ്. ഇത് അറബികൾ ആദ്യകാലത്തെ 4 മാസങ്ങൾക്ക് പവിത്രത കൽപ്പിച്ചിരുന്നു, നിബിതങ്ങൾ വരുന്നതിന്റെ മുമ്പ് തന്നെ. അതാണ് ഏത്? ദുൽഖഅദും ദുൽഹിജ്ജും മുഹറവും വഴിയായിട്ട് വരും 3 എണ്ണം. അതിന് വേറിട്ട് നിൽക്കുകയാണ് ഏത്? റജബ്. അതിന്റെ കാരണം എന്താ വെച്ചാല് ഇപ്പൊ നമ്മുടെ നിബിതങ്ങൾ വരുന്നതിന്റെ മുമ്പ് തന്നെ കഅബ തവാഫും അന്നത്തെ ഹജ്ജും ഉണ്ടല്ലോ, ആദ്യം അതിന് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം ഈ 3 മാസങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഉംറക്ക് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഏത്? റജബ്. അതുകൊണ്ട് തന്നെ കലഹപ്രിയരായ അറബികള് ഈ 4 മാസങ്ങളിൽ യുദ്ധമൊന്നും ചെയ്യൂല. അല്ലാത്തൊക്കെ ചെയ്യാന്നല്ല, ഓല് പൊതുവെ തല്ലുണ്ടാക്കുന്ന ആൾക്കാരായിട്ട് അന്ന് ഓല് പവിത്രത കണക്കാക്കി. ഇസ്ലാം അത് അങ്ങനെ തന്നെ നിലനിർത്തി. ആ 4 മാസങ്ങൾക്ക് വലിയ പവിത്രത ഉണ്ട്. അതിൽ ആദ്യത്തെ മാസമാണ് ഇപ്പോ റജബ്. അതിലാണ് ഇപ്പൊ നമ്മൾ കയറിയത്. ഇപ്പൊ ഏത് കാര്യത്തിനും അല്ലാഹു തആല ഒന്നിലധികം പേരുകൾ കൊടുത്താല് അത് അതിന്റെ മഹത്വത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട് എന്നാണ്. നമ്മളെ പേരോലല്ല, നമ്മളെ പേര് ഒരേ പേരായില്ലെങ്കിലാണ് ഇടങ്ങാറാകുക. ഒരിടത്ത് മുഹമ്മദ് മുസ്തഫി, ഒരിടത്ത് വെറും മുസ്തഫിയായ കുടുങ്ങി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ ഖുർആൻ ഒരുപാട് പേര്, അള്ളാഹ്ക്ക് ഒരുപാട് പേര്, നബിതങ്ങൾക്ക് പേര്, ഫാത്തിഹക്ക് പേര്, അല്ലെ? ഓരോന്നിനും അതിന്റെ. ഇപ്പൊ ഫാത്തിഹക്ക് 25 പ്രധാന പേരുണ്ട്, ഇഖ്ലാസിന് 20 തബാറക്കക്ക് 7. എന്നതുപോലെ ഈ റജബ് മാസത്തിന്റെ ഒരു പ്രത്യേകത, റജബ്, അസമ്മ്, അസബ്, സാബിഖ്, ഫർദ്, ഇതൊക്കെ അതിന്റെ പേരുകളാണ്. അതതിന്റെ മഹത്വത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. റജബ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുക്കം എന്നാണ് അർത്ഥം. എന്താ ഒരുക്കം? ഷഅബാനാണ് വരുന്നത്. റജബില് വിത്തിറക്കിയിട്ട് ഷഅബാനില് അതിന് വെള്ളം വളവും കൊടുത്തിട്ട് എന്നിട്ട് പരിപോഷിപ്പിച്ച് റമളാനിൽ കൊയ്തെടുക്കണം എന്നാണ്. അതൊരു കൃഷി പോലെ, അത് ആലങ്കാരികാട്ടം. നമ്മൾ റമളാനിക്ക് ഇപ്പൊ ഈ ദുആ ഇങ്ങനെ കേൾക്കുമ്പോൾ റമളാൻ വന്നു അടുത്തു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അതിന് മോമിനിയങ്ങൾ മനസ്സുകൊണ്ട് ഒരു ഒരുക്കങ്ങൾ തുടങ്ങി. അതാണ് റജബ്. അതിന് അസമ്മ് എന്ന് പേര് വരാൻ കാരണം എന്താ? ഇപ്പോ SSLC പരീക്ഷയൊക്കെ ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ മദ്രസയിലെ പൊതുപരീക്ഷയൊക്കെ വരുമ്പോൾ ഉമ്മാര് ഫുട്ബോൾ എന്ത് ചെയ്യും? കുട്ടികളെ പന്തൊക്കെ എടുത്ത് പാർത്തിക്കും. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് തരുള്ളൂ പറഞ്ഞാണ്ട് എടുത്തുക. എന്നിട്ട് പരീക്ഷകാലം കഴിഞ്ഞാൽ പിന്നെ ഓല് ചുമരാകെ പന്താവും, കളവ് കൂട്ടും, അടിച്ചിട്ട് കിട്ടും, അല്ലേ? കണ്ടില്ല നിങ്ങൾ? എന്നതുപോലെ റജബ് മാസം വന്നാല് അറബികൾ എന്ത് ചെയ്യുന്നറിയോ? വാളും പരിചയൊക്കെ ഒരു മൂലൊക്കെ കൊണ്ടുപോയിക്കും. ഞാൻ എൻ്റെ ഒച്ചപ്പാട് കേൾക്കൂല, യുദ്ധായുധങ്ങളുടെ ശബ്ദം കേൾക്കൂല. റജബ്, അതാണ് റജബിനെ അസമ്മ് എന്ന് പറയാം. അസമ്മ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ശബ്ദം കേൾക്കാത്ത. ഇനി അല്ലാഹു തആല അവന്റെ റഹ്മത്ത് എല്ലാ സമയത്തും നൽകും. ഏറ്റവും അധികം എന്ന് പറയാൻ വയ്യ, റമളാനിലാണ്. എന്നാലും അല്ലാഹു റഹ്മത്ത് വാരിക്കോരി കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് ഏത്? റജബ്. അതാണ് റജബിന് എന്ത് പേര് വന്നത്? അസബ്. ചൊരിഞ്ഞു കൊടുക്കാനാണ്. കുറച്ചൊന്നുമില്ല, കണക്കൊന്നുമില്ല, ഒന്നായിട്ട് കൊടുക്കാണ്. കൊണ്ടേക്കോളിയാണ്. ബേപ്പൂർക്ക് മീൻ വാങ്ങാൻ പോയ മാർക്കാണ്. ഒരു കോട്ട ഒന്നായിട്ട് കിട്ടിയാന്നില്ല, ഇവിടുന്ന് വാങ്ങാൻ പോരല്ല. അതാണ് അസബ്. പിന്നെ മറ്റൊരു പേരേതാണ്? മുത്തഹർ. എന്താ കാരണം എന്നറിയോ? സുന്നത്ത് നോമ്പിന് ഏറ്റവും പറ്റിയ മാസമാണ് ഇത് റജബ്. ആ നോമ്പ് വഴി നമ്മളെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. അപ്പോ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതുകൊണ്ട് അങ്ങനെ ഒരു വിശുദ്ധി നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഈ മാസത്തിന് എന്ത് പേര് വന്നത്? മുത്തഹർ എന്ന് പേര് വന്നത്. ഫർദ് എന്ന് പേര് വരാൻ കാരണം എന്താ? ദുൽഖഅദും ദുൽഹിജ്ജും മുഹറം 3 എണ്ണം വഴിക്കോടി പോവാണ്. എന്ന് വേറിട്ട് നിൽക്കുകയാണ്, ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് റജബ്. അതുകൊണ്ടാണ് റജബിന് ഫർദ് എന്ന് പറയുന്നത്. അത് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് സാബിഖ് എന്ന് പേര് വരാൻ. ഇതിന് ഷഹറുല്ല എന്ന് പേരുണ്ട്. ഷഹറുല്ല, അള്ളാന്റെ മാസം, ഒക്കെ അള്ളാന്റെ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോ കഅബാലയം ബൈത്തുള്ള എന്ന് പറയും പോലെയാണ്. എല്ലാ പള്ളി അള്ളാന്റെ ആണ്, ഇതിന് കഅബക്ക് പ്രത്യേകം പറയാം. എന്നതുപോലെ നിബിതങ്ങൾ ഒരിക്കൽ പറഞ്ഞു, റജബുൻ ഷഹറുല്ലാഹ് വ ശഅബാനു ഷഹ്രി വ റമളാനു ഷഹ്റു ഉമ്മത്തി.
നമ്മളിപ്പോൾ ഈ റജബിലേക്ക് കയറിയതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. റജബ് അള്ളാന്റെ മാസമാണ്, ഷഅബാൻ എൻ്റെ മാസമാണ്, റമളാന് എൻ്റെ ഉമ്മത്തിന്റെ മാസമാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ റജബിലാണ് നമുക്ക് മിഅ്റാജൊക്കെ വരുന്നത്. അത് നമുക്ക് ആ സന്ദർഭത്തിൽ പറയാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുആ നമ്മൾ ചെല്ലുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ റമളാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ഇറക്കുമ്പോൾ റമളാന്റെ മുമ്പ് ഇനി നമ്മൾ മരിച്ചാൽ പോലും നമുക്ക് കൂലി ഉണ്ടാവും. മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ കരുതിയ പോലെയല്ലല്ലോ വരിക, ഉണ്ടാവും, നമുക്ക് കൂലി ഉണ്ടാവും. ആ ആഗ്രഹിച്ചതിന് കൂലിയുണ്ട്. അതിന് വലിയ ചെലവൊന്നുമില്ല. പക്ഷെ ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ ഇത് ദ്വാരക്കുക. അപ്പൊ നിങ്ങൾക്ക് റമദാൻ വരാൻ വലിയ ആഗ്രഹമല്ലേ? എവിടെയാണ് കൂലിന് കിട്ടണ്ടേ? വലിയ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. അത് അള്ളാഹ്ക്ക് അറിയാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ഉള്ളില് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്, നിങ്ങളെ മറച്ചു വെക്കുന്നത് പിന്നെ അള്ളാഹു യഅലമു യൂറൂൻ എന്നല്ലോ, ഓല് ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്നൊക്കെ അള്ളാഹു തആല അറിയുന്ന ഖുർആൻ പറയണം. അപ്പൊ നമ്മളെ ഉള്ളെങ്ങനെയാണ് അതിനനുസരിച്ചാണ്. അപ്പൊ ഒന്ന് ഇതാട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറയുക? രണ്ടാമത്തത് നമ്മളിപ്പോ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കണം. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരുതിപ്പോ ഹിജ്റ കലണ്ടർ എന്നല്ല ഉസ്താദ് ഇപ്പൊ അത്ര പറയാന്. ഏത് കലണ്ടറാണെങ്കിലും രണ്ടും ഞമ്മക്ക് തന്നെയുള്ള. ഈ രണ്ട് കലണ്ടറും ഞമ്മക്ക് ആണെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഏത്? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞിട്ട് എന്ത് ഖുർആൻ പറഞ്ഞത്? വലബിസൂ ഫീ കഹ്ഫിഹിം സലാസമിഅത്തിൻ സിനീന വസ്ദാദൂ തിസ്ആ. ആ ഗുഹാവാസികൾ 300 കൊല്ലം ആ ഗുഹയിൽ താമസിച്ചു. 9 കൊല്ലം കൂടുതൽ എടുത്തു എന്നാണ്. അപ്പോ സൂര്യവർഷപ്രകാരമുള്ള 300 കൊല്ലം ചന്ദ്രവർഷപ്രകാരം 309 കൊല്ലേക്കാണ് അല്ലേ? കാരണം 365 ദിവസമാണ് ഒരു മാസം. നമ്മളെ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 365 ദിവസമാണ്. അത് നമ്മളെ ചന്ദ്രവർഷപ്രകാരം 354 ദിവസമാണ്. അപ്പൊ ഒരു വർഷം 11 ദിവസത്തെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ 100 കൊല്ലം കഴിയുമ്പോൾ 3 കൊല്ലത്തെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ 300 കൊല്ലം കഴിയുമ്പോൾ 9 കൊല്ലത്തെ വ്യത്യാസം. ഇപ്പൊ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിക്കുക. അത് സൗരവർഷപ്രകാരം, ചന്ദ്രവർഷപ്രകാരം 103 കൊല്ലായി. 2026 ചന്ദ്രവർഷപ്രകാരം എത്ര കൊല്ലാവും? 103 കൊല്ലായി. സൂര്യവർഷപ്രകാരമാണ് നമ്മളെ ഇപ്പോ വാർഷികം ആഘോഷിക്കേണ്ടത്. 100 കൊല്ലം. ചന്ദ്രവർഷപ്രകാരം 103 കൊല്ലായി. ഒരു നൂറ്റാണ്ടാവുമ്പോൾ 3 കൊല്ലത്തെ വ്യത്യാസം ഉണ്ടാവും. അതാണ് നമ്മൾ കണക്കൂട്ടിയാൽ കൃത്യമായിട്ട് കിട്ടും. അതാണ് അസ്ഹാബുൽ കഹ്ഫ് 300 കൊല്ലം താമസിച്ച് ഒരു 9 കൊല്ലം കൂടുതലും എന്ന് പറയാൻ കാരണം 300 കൊല്ലം സൗരവർഷപ്രകാരമാണ്. സോളാർ കലണ്ടർ, ലൂണാർ കലണ്ടറിന് വരുമ്പോൾ അത് 309 കൊല്ലം. ഒരു നൂറ്റാണ്ടിന് 3 കൊല്ലത്തെ വ്യത്യാസം. അപ്പൊ ഇത് മനസ്സിലാക്കുക. എല്ലാം പടച്ചോൻ കണക്കൂട്ടാൻ വേണ്ടി തന്നതന്നെയാണ്. അപ്പൊ 2000 പിന്നെ ഓരോ മാനദണ്ഡം ഉണ്ടാവുമല്ലോ. യേശു ക്രിസ്തുവിന്റെ ജനനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നെ ഹിജ്റ, ഇങ്ങനൊക്കെ മാനദണ്ഡാക്കിയിട്ട് ഓരോന്നിനും ഓരോ കണക്കൂട്ടാൻ പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി വെച്ചു എന്നുള്ളത്. സൂര്യനും ചന്ദ്രനൊക്കെ അള്ളാഹു നമുക്ക് വേണ്ടി പഠിച്ചതാണ്. അപ്പൊ നമ്മൾ 2026 വരുന്ന സമയത്ത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, പിന്നെ നമ്മൾ പല ആൾക്കാരും ബഹളം വെക്കും. ചിലപ്പോൾ കുട്ടികളൊക്കെ പറയും കേക്ക് മുറിക്കണേ, നമുക്ക് ന്യൂ ഇയർ ഒക്കെ അല്ലേ. നമ്മളിങ്ങനെ ആലോചിക്കേണ്ട എന്താ വെച്ചാൽ എത്ര സന്തോഷിക്കാന്. ഒന്ന് ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇപ്പോ ഡോക്ടർ നമ്മളോട് പറയണേ പിന്നെ ഇവന് ആകെ 10 ദിവസം ജീവിക്കുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞു 10 കൊല്ലം എന്നാണ് 10 ദിവസം, ഒരു ദിവസമായി. അപ്പോൾ ആ ഒരു ദിവസം പൂർത്തിയായി. നമുക്ക് കേക്ക് മുറിച്ചാലോ എന്ന് അറിയാമില്ല. പഠിച്ചാൽ ഇനി 9 ഉള്ളല്ലോ, മരണത്തിക്ക് അടുക്കുകയുള്ളോ, ഡോക്ടർ പറഞ്ഞ 10 ഇങ്ങനെ അടുക്കുകയുള്ളോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ ആയുസ് അള്ള കണക്കാക്കിയിൽ നിന്ന് ഒരു പുതിയ വർഷം വരുമ്പോ ഒരു വർഷം കഴിഞ്ഞല്ലോ. അപ്പൊ നമ്മള് ആഘോഷിക്കല്ല വേണ്ടത്, മറിച്ച് ബാക്ക് ഇങ്ങനെ ചിന്തിച്ചിട്ട് പടച്ചോനെ എന്തൊക്കെ പോരായ്മകൾ വന്നു നോക്കി. ഇപ്പൊ ഗൾഫ് പോയ ഒരാള് കണക്കൂട്ടി ഒരു കൊല്ലായപ്പോ അവിടെ സൂപ്പർ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അയാളിങ്ങനെ കണക്കൂട്ടി നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നാട്ടിക്ക് ഒരു കൊല്ലം അയച്ചു കൊടുത്തത് ഓരോ മാസവും, എന്നിട്ട് ബാലൻസ് വന്നത് കൂട്ടി വെക്കുമ്പോൾ കാര്യമായ ഒരു മാറ്റവും ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് വിളിച്ച് പറയടി ഞാൻ പോരുകയാണ്, അവിടെ നിൽക്കണ്ടോ ഇവിടെ നിൽക്കണ്ടോ ഒക്കെ കണക്കാണ്, അവിടെയാണ് എനിക്ക് വൈകുന്നേരം പെരീക്കെത്താലോ എന്ന് പറയും. നേരെ മറിച്ചോ അതിനനുസരിച്ചുള്ളൊരു മെച്ചുണ്ടെങ്കിലോ അൽഹംദുലില്ലാ. ഇതേപോലെ
ഒരു കൊല്ലാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, പടച്ചോനെ വല്ല മെച്ചമുണ്ടോ, പുരോഗതി ഉണ്ടോ ഇബാദത്തിന്റെ വിഷയത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു നിലപാട് സ്വീകരിക്കണം. വെള്ളിയാഴ്ച ആയ ഉമർ റളിയല്ലാഹു അൻഹു രാവിലെ തൻ്റെ ഒരു റിക്കാർഡ് എടുത്തോ, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ തൻ്റെ അടുത്ത് നിന്ന് എത്ര വീഴ്ച വന്നു, എന്തെങ്കിലും എവിടെങ്കിലും ഒരു വീഴ്ച, ഒരു പോരായ്മ, ഉദാഹരണത്തിന് നിസ്കാരത്തിന് പിന്നെന്ത് ചെയ്തില്ല, ജമാഅത്ത് കിട്ടിയില്ല, ഉദാഹരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയാവും മൂപ്പരെ എഴുതിയോ. എന്നിട്ട് വെള്ളിയാഴ്ച, ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അന്ന് എടുത്തോ, എത്ര ഉണ്ട്, 12 വീഴ്ച വന്നോ, ചാട്ടവാറ് കൊണ്ട് തൻ്റെ ശരീരത്തിൽ 12 അടി അടിക്കും. ചാട്ടവാറ് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 12 അടി അടിക്കും. 12 ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, എത്ര എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പതിവായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ സ്വഹാബിമാര് വസ്ത്രം മാറ്റിയപ്പോഴാണത്ര ഈ അടിന്റെ പാട് തഴമ്പായത് കാണുന്നത്. നമ്മളിപ്പോ അങ്ങനെ എഴുതി വെച്ചാല് എത്ര ഉണ്ടാവും, ഒരു ദിവസം തന്നെ ഉണ്ടാവും 12,000 എഴുതിയിട്ടാണ് കുഴങ്ങും നമ്മള്. ഇനിയിപ്പോ അത്രയൊന്നുമില്ല, ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞാന്ന് കൂട്ടിക്കോളി, അത്രയൊന്നുമില്ലാന്ന് കൂട്ടിക്കോളി, നമുക്ക് അടിക്കാൻ കഴിയും. നമ്മളെ ശരീരത്തിൽ അടിച്ചാൻ തീരുമാനിച്ചാൽ അടി മുറുകൂല, വേദന നമുക്കാവും. പിന്നെ നമ്മളോട് വെറുപ്പുള്ള ആരെങ്കിലും ഏൽപ്പിക്കണം, അതിനോ മുതലായിക്കോളും. അല്ലെങ്കിൽ നമുക്ക് കഴിയൂല, നമ്മളെ സ്വന്തം ശരീരത്തിൽ അടിക്കാൻ കഴിയൂല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടായിരുന്നു അത്. അപ്പൊ നമ്മള് അത്രത്തോളം ഒന്നും കഴിയൂലെങ്കിലും ഇപ്പൊ ഒരു പുതിയ വർഷം വരുമ്പോ 2026 നമ്മൾ പ്രവേശിക്കുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കുക, പടച്ചോനെ എത്ര കാലം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്, നമ്മളെ വയസ്സാണ് ഈ കഴിയുന്നത്. ഇപ്പൊ അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവോ ഉറപ്പില്ല. ഈ ഒരു കൊല്ലം, കഴിഞ്ഞ കൊല്ലത്തില് എത്ര നിസ്കാരം എനിക്ക് കളായി, എത്ര ദിവസം ഖുർആൻ ഓതാൻ കഴിയാതെ പോയി, അങ്ങനെ. അപ്പോൾ നമുക്ക് മാറ്റം വരും. അതുകൊണ്ട് ഞാനൊന്ന് കൂടുതൽ പറഞ്ഞതാണ്. കാരണം ഈ സമയത്തെ പറ്റിയും മറ്റൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. ഒരായത്തിന്റെ ഏതറിയോ, അല്ലാഹു തആല ചോദിക്കും അത്രേ, നാളെ നമ്മൾ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നമ്മളിങ്ങനെ ഇടങ്ങാറാവുമ്പോൾ പറയും, അവലം നുഅമ്മിർക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ ഒതുങ്ങുന്ന ആയുഷ്കാലം നാം നൽകിയിട്ടില്ലായിരുന്നോ, മുന്നറിയിപ്പുകാര് നിങ്ങൾക്ക് വരികയും ചെയ്തിട്ടില്ലായിരുന്നോ. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി അറിയാൻ കിട്ടൂല, ഇടങ്ങാറാവും. അവിടെ ഇങ്ങനെ ഇടങ്ങാറാവുമ്പോൾ പടച്ചവൻ ചോദിക്കാടാ, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ആയുസ്സൊക്കെ ഞാൻ തന്നില്ലേ, 50 വയസ്സ്, 60, 70, 80, 90 ഇങ്ങനൊക്കെ തന്നില്ലേ, എന്നിട്ട് എന്തേ ചിന്തിക്കാതിരുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, പുതിയ ഒരു കലണ്ടർ ചുമരിൽ മാറുമ്പോൾ കലണ്ടറിന് ചൊറുക്ക് കൂടുകയാണ്. നമ്മൾ നേരെ തിരിച്ച, ആയുസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആരോഗ്യം കുറഞ്ഞു വരികയാണ്, ക്ഷയം സംഭവിക്കുകയാണ്. അത് ശരീരത്തിന് മാത്രമല്ല, നാഡി ഞരമ്പുകൾക്ക് മാത്രമല്ല, നമ്മളെ ബുദ്ധിക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ വരികയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്, യാസീൻ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ദീർഘായുസ് പടച്ചവന് തന്നാൽ എന്താവും, പിന്നെ വിപരീതാവസ്ഥയിലേക്ക് കൊണ്ടുവരും. ചെറിയ കുട്ടിയായിരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന പറഞ്ഞാൽ ബുദ്ധി അങ്ങനെ പോയി പിന്നെ കുട്ടികൾ കാണിക്കും പോലെയൊക്കെ കാണിക്കും, പിന്നെ കുട്ടികൾ കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കുകയാണ്, ആ ഒരു അവസ്ഥയ്ക്ക് വരും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല യാസീൻ സൂറയിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സമയങ്ങൾ ഇങ്ങനെ പോകുമ്പോ നമുക്ക് വരുമാനം നാളേക്ക് കൂടുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു കവി ഇങ്ങനെ പാടിയിട്ടുണ്ട്, മലദ്ദഹ്റു വല്ലയ്യാമു വദ്ദംബു ഹാസിലു വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു വാസിലു നഈമുക ഫിദ്ദുനിയാ ഗുറൂറുൻ വഹസ്റതു വഐശുക ഫിദ്ദുനിയാ മുഹാലും വബാതിലു. കാലം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്, ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. മനുഷ്യൻ സമ്പാദിക്കുന്നത് തെറ്റുകളും കുറ്റങ്ങളും മാത്രമാണ്. ദിവസങ്ങൾ ഇങ്ങനെ കഴിയാണ്, നമുക്ക് ഇങ്ങനെ കുന്നുകൂടുന്ന എന്താ, അത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ, ഒരുപാട് തെറ്റുകൾ. നമ്മളിങ്ങനെ കരുതുന്നത് ഒക്കെ ശരിയാക്കാം, സമയമുണ്ടല്ലോ, നന്നാകണം. വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലൂ.
അവന്റെ ഹൃദയത്തിൽ തീരെ ശ്രദ്ധല്ലായിരുന്നു. ആ സമയത്താണ് മരണത്തിന്റെ ദൂതൻ കടന്നു വരുന്നത്. നമ്മളറിയില്ല, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അസ്രായീൽ എന്ന മലക്ക് കടന്നു വരികയാണ് റൂഹിനെ പിടിക്കാൻ വേണ്ടി. അങ്ങനെ ആ റൂഹിനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നമുക്ക് ബോധ്യം വരുന്നത് നഈമുക ഫിദ്ദുനിയാ ഗുറൂറുൻ വഹസ്റതുഹു വഐശൂക ഫിദ്ദുനിയാ മുഹാലുൻ വബാതിലു. ഐഹികമായ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ വെറുതെ ആയി. സർവം ദുനിയാവ് മുഴുവനും നമുക്ക് എന്തായി? അപ്പൊ നോക്കൂ, എത്ര വിശാലാണെങ്കിലും കുടിസായതുപോലെ നമുക്ക് തോന്നിപ്പോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ സന്ദർഭം. ഇത് നമുക്ക് എല്ലാവർക്കും വരാനുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രയാസം കാര്യങ്ങളും ഇല്ലാതിരിക്കാനുള്ള ഒരു വഴിയാണ്. മരിക്കുമ്പോൾ നമുക്ക് നല്ല റഹ്മത്തിന്റെ മൽക്കാൾ ഇങ്ങനെ വരും. മക്കത്തെ മുശ്രിക്കീങ്ങൾ ഒരിക്കൽ നബിയോട് പറഞ്ഞു, താങ്കളുടെ അരികിലേക്ക് ജിബ്രീൽ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നേരെ കാണണം വരുന്നുണ്ട്, ഞങ്ങൾ വിശ്വസിച്ചോളാം. അപ്പൊ അള്ളാഹു ഒരായത്തിൽ പറയുന്നുണ്ട്, മലക്കാളൊക്കെ പോലെ ശരിക്കും കണ്ടോളും. അപ്പൊ പൂതിയാണ് തീരും. അതുകൊണ്ടുള്ള ഉദ്ദേശം ഏതാണ്? ഒന്ന്, അസ്രായീൽ എന്ന മലക്ക് വരെ റൂഹിനെ പിടിക്കുമ്പോൾ ഭീകരമായൊരവസ്ഥയിലാണ് വരിക. രണ്ട്, അദാബിന്റെ മലക്കുകളെ അങ്ങോട്ട് തന്നെ ആര് കൊണ്ടുവരും? ജിബ്രീൽ എന്ന മലക്ക് കൊണ്ടുവരും. അതും ഇവർക്ക് കാണാൻ കഴിയുന്ന. നേരെ തിരിച്ചുണ്ടാവും. ഈമാൻ കിട്ടിയ ആളുകൾക്ക് ഭയങ്കര, കിട്ടുന്ന ആളുകൾക്ക് ഭയങ്കര ആയത്തായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രവർത്തിക്കേണ്ടത്. അതിനാണ് പ്രവർത്തിക്കേണ്ടത്. എൻ്റെ നാട്ടിലെ ഖുർആൻ ക്ലാസ്സിനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തിരുന്ന നമ്മളൊരു സഹോദരൻ ഇന്നലെ മരണപ്പെട്ടു. സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. എൻ്റെ മഹല്ലിലെ നാട്ടിലെ ഖുർആൻ ക്ലാസ്സിൻ്റെ സ്റ്റേജ് അത് ചെലവ് ചെയ്ത അയാളെയാണ്. സ്റ്റേജ് പറഞ്ഞാൽ അതിന് വേണ്ട പലകയും കാര്യങ്ങളൊക്കെ പിന്നെ വെച്ചാൽ മതി. മൊബൈൽ സ്റ്റേജ് അറിയില്ല, നമ്മൾ കുറേ മുമ്പ് മൂപ്പര് തന്നതാണ്. ഇന്നലെ ഇപ്പോൾ മൂപ്പര് മരണപ്പെട്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നു നമുക്ക്. ഇന്നലെ ഉച്ചക്ക് എനിക്ക് വിളിച്ചു, തീരെ സുഖമില്ല വീട്ടിൽ നിന്ന്. ഞാൻ ചെന്നപ്പോൾ വെള്ളം ഇറങ്ങണില്ല, വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നൊക്കെ ചെയ്തോളി. ഒരു വെള്ളം കൂടി ഇറങ്ങാതെ കിടക്കറിയുമ്പോൾ ഭയങ്കര വിഷമ, മൂക്കിലൂടെ പൈപ്പിട്ട്. അങ്ങനത്തെ ഘട്ടമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങട്ടില്ല എന്ന് തോന്നുമ്പോൾ റഅദ് സൂറത്തും യാസീൻ സൂറത്തും ആകും. അങ്ങേ തലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓൽക്ക് അത് എളുപ്പമാകാനാണ്. കാര്യങ്ങൾ എളുപ്പമാകാൻ ഒരുപാട് കടമ്പ മനുഷ്യന് കിടക്കണമല്ലോ. ഇന്നലെ വൈകുന്നേരം പിന്നെ അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആ കുടുംബത്തിൽ അല്ലാഹു നല്ല ക്ഷമ നൽകുമാറാവട്ടെ. ആമീൻ. നമ്മളിങ്ങനെ കാണുകയാണ് നമ്മളെ കണ്ണിൽ. ഇനി നമ്മളിത് വേറുള്ളവർ കാണും, ഓലത് വേറുള്ളവർ കാണും. ഇങ്ങനെ ഇതൊരു ഇപ്പം നമ്മളെ ഊഴാണ്, എഴുതിക്കോളി, നമ്മളെ ഊഴാണ്. മാറിക്കൊടുക്കൽ നിർബന്ധമാണ്. ലോകത്ത് തർക്കമില്ലാത്ത ഒരേ ഒരു വിഷയം അതാണ്. ആർക്കും തർക്കമില്ലല്ലോ, ആ വിഷയത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻഷിഖാഖ് സൂറത്തിൽ നിന്ന് ഉദ്ധരിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മരണം മുതലാണ്ട് കൂട്ടാൻ കാരണം അതാണ്. അതിലാർക്കും തർക്കമില്ലല്ലോ. എങ്ങനെ പറഞ്ഞിട്ടും കേൾക്കാതെ വലങ്ങടിച്ചു നിൽക്കുമ്പോഴാണ് പറയുന്നത്, നിങ്ങളൊക്കെ കേറുട്ടോ. ആ കയറതാ തർക്കമില്ലാത്തൊരു വിഷയം ഇവിടുന്ന് ഇവിടെ പറയേണ്ടി വരും. ജനിച്ചു, അപ്പോൾ മരണം നിർബന്ധം, ഒളിച്ചോടാൻ കഴിയൂല. അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാണ്? ബോധ്യപ്പെടുത്താണ്. ഇവിടെ ചെറിയ ചെറിയ കടമ്പകൾ വരുമ്പോഴേക്കും നമുക്ക് വലിയ ബേജാറാണല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്തിനാ വെച്ചാൽ ഇന്നത്തെ ഈ ഒരു സന്ദർഭം മനസ്സിലാക്കിയിട്ട് 2026 നമ്മൾ ഈമാൻ വർദ്ധിപ്പിക്കാനും മറ്റും ഒക്കെ ഉപയോഗപ്പെടുത്തുക. നമുക്കും ചില ഉറപ്പുകളും തീരുമാനങ്ങളും വേണം. അത് നടക്കും. എങ്ങനെ? ഇൻഷാ അല്ലാഹ് 2026 ആയുസ് ഉണ്ടെങ്കിൽ 27 വരുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടെ ചിന്തിക്കാൻ കഴിയണം. എന്ത്? നിസ്കാരമൊന്നും ഒഴിവായിട്ടില്ല, ഖുർആനൊക്കെ അങ്ങനെ ഓതാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ കൂട്ടണം, എനിക്കിപ്പോൾ ഈ ഒരു കൊല്ലം എത്ര ഹത്ത് ഓതാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇടയ്ക്കൊരു ആളുകളൊക്കെ ചിലപ്പോൾ 12 ഹത്തൊക്കെ എന്തായിരുന്നാലും ഓതിയവരുണ്ടാവും. ഒരു ജുസയിലും എല്ലാ ദിവസവും ഇങ്ങനെ ഓതി പോകുന്നവർക്ക് എളുപ്പമുണ്ട്. അതിലേറെ ഓതിയവരുണ്ടാവും. കഴിഞ്ഞ റമളാനിൽ മുസാഹിബ് എടുത്ത് നോക്കി ഇതിൻ്റെ നേരം കിട്ടാത്തവരും ഉണ്ടാവും. കഴിഞ്ഞ റമളാൻ തുടക്കത്തിൽ എനിക്ക് ഈ റമളാൻ 3 ഹത്തൊക്കെ കരുതിയാണ്ടൊക്കെ നിൽക്കും കേട്ടോ. ഒരു 10-12 ജുസാകുമ്പോഴത്തിന് വിട്ടു പോകണം, നേരം കിട്ടാതെ. ഇനി അടുത്ത റമളാനൊക്കെ നോക്കാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാണ്, വലിയ നഷ്ടമായിരിക്കും. നമ്മളിട്ട് ഇരുന്ന് അതിന് തിരിഞ്ഞാൽ തന്നെ കിട്ടുള്ളൂ. അതിനായിട്ട് കുറച്ചാണ് സമയം നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി വെച്ചാൽ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷപ്പെടുള്ളൂ.
അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു നഷ്ടബോധം ഉണ്ടാവില്ല. അങ്ങനെ ആവുമ്പോൾ ഇപ്പോൾ ഒരു നെഞ്ചുവേദന എന്ന് വന്നാൽ പേടിച്ചാനുമില്ല. ഈ ആകസ്മികമായ മരണം ഉണ്ടല്ലോ മുഅ്മിന് ഖൈറാണുള്ളത്. പെട്ടെന്നുള്ള മരണം നബിതങ്ങൾ പറഞ്ഞ ഈമാനുള്ള ആൾക്ക് ഖൈറാണല്ലോ. ഈമാനുള്ള ആൾക്ക് എല്ലാം മെച്ചാണ്. കാരണം ഈമാനുള്ള ആൾക്ക് ദീർഘായുസ് കിട്ടിയ അപ്പോഴും അവനത് മുതലാക്കും. പെട്ടെന്നാണെങ്കിൽ ഈമാൻ കിട്ടിയല്ലോ, ഇനി വെറുതെ ഈ തെറ്റിന്റെ ലോകത്ത് കൂടുതൽ വേണ്ടല്ലോ എന്നാകും. ഇല്ലെങ്കിൽ നഷ്ടല്ലേ. തിരുത്താൻ ചാൻസ് കിട്ടാതെ വസിയത്ത് പോലും ചെയ്യാൻ കഴിയാതെ ചിലപ്പോൾ ജനാബത്തിന്റെ കുളിയും കൂടി കുളിച്ചിട്ടുണ്ടാവില്ല, രാവിലെ സുബഹിസ്കരിച്ചാതെ ഇറങ്ങിയതേ കാരണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ വലിയ നെഞ്ചുവേദന അപകടമോ കാര്യങ്ങളൊക്കെ വന്നാൽ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചനുള്ള ഭാഗ്യം നിറവേറ്റിയിട്ടില്ലല്ലോ. എത്ര ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് തന്നെ വരിക, നമുക്ക് നിർത്താം. നമുക്ക് യാസീനോദി ദ്വാരക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അല്ലാഹു തആല പ്രത്യേകം പിന്നെ ഇവരോട് പറയാണ്, വേദക്കാരോട് പറയാണ്, തൗറാത്തും അള്ളാഹ് പറയാണ് അവർ തൗറാത്തും ഇഞ്ചീലും. ഓലിപ്പോൾ പറയുന്നത് സാമ്പത്തിക പ്രയാസം വന്നപ്പോൾ പഠിച്ചം പിഷ്കനായി എന്നൊക്കെ, അതൊന്നല്ല കാര്യം. ഓലെടുത്ത് പ്രശ്നം സംഭവിച്ചതാണ്. വലൗ അന്നഹും മഖാമു തൗറാത്ത വൽ ഇഞ്ചീൽ, തൗറാത്തും ഇഞ്ചീലും ഒരു നിലനിർത്തിയിരുന്നെങ്കിൽ, അതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസരിച്ച് ഓല് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ, മാത്രമല്ല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം, റബ്ബിൽ നിന്ന് ഇപ്പോൾ ഓൽക്ക് ഇറക്കപ്പെട്ട ഖുർആനും അത് സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, അവരെ മുകളിൽ നിന്നും കാലിൻ്റെ താഴെയിൽ നിന്നും നോക്കൂ അവർ ഭക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഓൽക്ക് മഴ വരും, അതുപോലെ തന്നെ ഓൽക്ക് സസ്യങ്ങൾ ഉണ്ടാകും, എല്ലാം ഓൽക്ക് ആഹാരം അല്ലാഹു തആല കൊടുക്കും. ഇനി വീണ്ടും അല്ലാഹ് പറയാ, മിൻഹും ഉമ്മത്തും മുഖ്തസിദ, അല്ലാഹു തആല പറയാണ് അവരിൽ ഒരു പിന്നെ മിതത്വം സ്വീകരിക്കുന്ന ആളുകൾ, ഉദാത്ത നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അതാരാ ഉദ്ദേശം എന്നറിയങ്ങൾ? അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഒരു 48 പുരോഹിതന്മാരും ഇസ്ലാം സ്വീകരിച്ച സംഭവം. അബ്ദുല്ലാഹി ഇബ്നു സലാം പിന്നെ വലിയ പണ്ഡിതനാണ്. മൂപ്പരെ താഴെ ഉള്ള കുറച്ച് പിന്നെ നസ്വാറാക്കളുടെ കൂട്ടത്തിൽ 48 പേര് ഒറ്റടിക്ക് ഇസ്ലാം സ്വീകരിച്ചു. ഒന്നായിട്ട് ഒരു സങ്കടം വന്നിട്ട് 48. ആ 48നെ പറ്റിയാണ് പ്രത്യേകം ഈ പറഞ്ഞത്, മിൻഹും ഉമ്മത്തും മുഖ്തസിദ. ഒരു ഉദാത്ത നിലപാട് സ്വീകരിച്ച ആളുകൾ. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഓരോ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല, അങ്ങനെ ഓൽക്ക് പ്രയാസങ്ങൾ വന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ എല്ലാവരും അങ്ങനല്ല. സിറിയയിൽ നിന്ന് 70 ആൾക്കാർ വന്നുകൊണ്ട് പുരോഹിതന്മാർ വന്ന് ഒറ്റടിക്ക് വിശ്വസിച്ച വേറെ സംഭവം. 70 ആൾക്കാർ സിറിയയിൽ നിന്ന്. ഇവര് പിന്നെ വിശ്വസിച്ചത് പിന്നെ 48 പേരാണ്. ഒന്നായിട്ട് ഒറ്റടിക്ക് അവരെന്ത് ചെയ്യാണ്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ നല്ല റാഹത്തുമായിരുന്നു. കാരണം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണുന്നുണ്ട്, അന്നത്തഖ്വ സബബുൽ ലിതൗസിയത്തിർ റിസ്ക്. നോക്കൂ, ഏതൊരാൾക്കും അവന്റെ ഉപജീവനത്തിൽ വിശാലത കൊടുക്കാൻ അതിന് ഒരു സബബാണ് തഖ്വ എന്നുള്ളത്. അത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ ഇങ്ങനെ മർമ്മം നോക്കി നിന്നാലും ഒരു വിശാലത ഉണ്ടാവില്ല എന്നാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പോകേണ്ടത്. അങ്ങനെയാണ് ചില ആൾക്കാർ. ഇപ്പോൾ പോലീസുകാരനോട് ഒരാൾ പറഞ്ഞില്ലേ, സാറേ ലക്ഷങ്ങൾ വിലയുള്ള സാധനം കേട്ടോ, MDMA സുയിപ്പാക്കല്ലേ അടിച്ചു വന്നുകൊണ്ടാണ് ഈ പറയേണ്ടത്. ഈ ഊരകത്തുള്ള ഒരാൾ മുമ്പൊക്കെ പറഞ്ഞേ, ഞമ്മക്ക് ഈ മസലൊക്കെ നോക്കിയാൽ 10 പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെ ഇപ്പം ഇത് ഉണ്ടാകുക? പിന്നെ അങ്ങനെ നോക്കിയാൽ പ്രശ്നം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നതോ തഖ്വ എന്നുള്ളത് നമ്മളെ ജീവിതത്തിലെ വിശാലതയുടെ ഒരു സബബാണെന്നാണ്. ഖുർആന് ചിലയിടത്ത് ആവർത്തിച്ച് പറയണ്ടല്ലോ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. ഒരാൾക്ക് സൂക്ഷ്മത ഉണ്ടെങ്കിൽ അള്ളാഹ് വിജയിപ്പിച്ചു കൊടുക്കും, കാര്യങ്ങൾ എളുപ്പാക്കി കൊടുക്കും. സൂക്ഷ്മത ഉണ്ടെങ്കിൽ അള്ളാഹു താൻ്റെ രക്ഷാമാർഗം നൽകും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കട ഉണ്ട്, വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തിക്കണ് ളുഹറിന് ജുമാക്ക്. അപ്പോൾ നമുക്കിങ്ങനെ തോന്നുകയാണ്, ഇപ്പം തന്നെ ഷട്ടറാത്തി ഇനിയിപ്പോൾ ഉസ്താൻ്റെ വാഴകളും ഉണ്ട്,
ഖുതുബയും ഒരു നീട്ടിയ ഓതല് ഇങ്ങനെ മനസ്സിലേക്ക് ഇംഗ്ലീഷ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം തന്നെ പോകണ്ട, കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് കയറാം. ഏതാണ് റോഡ് സൈഡിൽ തന്നെ പള്ളിയും കടിയൊക്കെ ആയതുകൊണ്ട് സൗകര്യമാണല്ലോ. എൻ്റെ അടിയിൽ ആരെങ്കിലൊക്കെ വണ്ടിക്കാർ വന്ന് വാങ്ങുകയാണെങ്കിൽ അതായും ചെയ്തല്ലോ. ജുമാ ഇല്ലാത്തവരും ഉണ്ടല്ലോ അവിടെ, മുസ്ലിങ്ങളൊക്കെ പോകണ്ടല്ലേ എന്ന് എഴുതിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതോ ബാങ്ക് കൊടുത്താലേ പിന്നെ നിങ്ങൾ കച്ചവടമായിട്ട് കുത്തിരിക്കരുതെന്നാണ്. അപ്പൊ നമുക്ക് നല്ല തെക്കുള്ള ആളാണെങ്കിലാ വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് പിന്നൊരു കുറവും വരൂല. ഒരു ഷട്ടർ താത്തിയാണ്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ കുത്തുന്നതുമായിരുന്നു. ഉറക്കങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആ നല്ല ടൈമിലേ ഏറും മോറും ഒത്താല് ഒക്കെ പാടം കിട്ടും. ചുമ കഴിഞ്ഞ് വന്ന് കട ഉറക്കുമ്പോൾ ഒന്നും പറയല്ലോ, കുറച്ചങ്ങോട്ട് ചൊരിഞ്ഞു കൊടുക്കുകയാണ്. ചിലപ്പോൾ ആളവിടെ എത്തിച്ചാൽ പോരെ. അപ്പോൾ അതാണ് രക്ഷാമാർഗവും കാര്യങ്ങൾ എളുപ്പമാകലും. ഇതൊക്കെ റബ്ബിൻ്റെ അടുത്താണ്. നമുക്ക് വിശുദ്ധി ഉണ്ടായാൽ മതി. നമ്മൾ വെറുതെ ബേജാറായിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉമ്മാക്ക് സുഖമില്ല തീരെ, ഇപ്പാക്ക് സുഖമില്ല, ഇപ്പൊ വന്നാൽ എനിക്കൊന്ന് കാണാം, ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പൊ പോയാൽ മുതലാവില്ല, ഇപ്പോഴത്തെ സീസണാണ്. അപ്പോൾ പൈസ ആലോചിച്ചാലോ? അതോ തൻ്റെ ജന്മത്തിന് കാരണമായ അവരൊന്ന് പോയി കണ്ട് അതിൽ കൂടി പോരാൻ കഴിയുകയാണെങ്കിൽ അവിടെ പൈസ വെക്കരുത്. അവിടെ പൈസ വെക്കാൻ നിന്നാലോ വേറെ പണി ഇങ്ങനെ വരും. അതിൻ്റെ ശേഷം ഞാൻ പറയണ്ടേ, അവിടേക്കല്ല ഉടനെ ചാടി വീഴേണ്ട അവസരം കിട്ടുമ്പോൾ അല്ലേ? നമ്മൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഉടനെ അവിടെ ഓടിയെത്തണ്ടേ? അവിടെ എന്തേ ടിക്കറ്റിന്റെ പൈസ, സീസണോ അല്ലെങ്കിൽ ഇപ്പോൾ പോയ കച്ചവടം അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കച്ചവടമൊക്കെ ഇനി നമുക്ക് തുടങ്ങാം. സാധനങ്ങളൊക്കെ വാങ്ങിയാൽ കിട്ടും. ഉമ്മ മാത്രം, ഇപ്പം മാത്രം. അത് വേറെ നമുക്ക് കിട്ടൂല. വേറെ എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും, പകരം വെക്കാൻ പറ്റും. ഇതിന് പകരം വേറെ ഏതാവും? അവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ എല്ലാ റബ്ബിൻ്റെ അടുത്ത് നമ്മൾ പ്രയാസപ്പെടേണ്ടെന്ന് അർത്ഥം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പിന്നീട് പറയാം. അവസാനം അല്ലാഹ് പറയാണ് വകസീറും മിൻഹും. അപ്പോൾ അവരെ കൂട്ടത്തിൽ ഉദാത്ത നിലപാട് സ്വീകരിച്ച വിഭാഗമുണ്ട് നല്ലവര്. വകസീറും മിൻഹും സാഅ മാ യഅമലൂൻ. അവരിൽ അധിക പേരും നോക്കൂ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ഹീനമാകുന്നു. വളരെ ഹീനമായ പ്രവർത്തനമാണ് അധിക പേരും ചെയ്യുന്നത്. എന്നാൽ നല്ല ഉദാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു കൂട്ടരും അവരുടെ കൂട്ടത്തിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ. എന്തുകൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ള പുരോഹിതരും പണ്ഡിതന്മാരും അവരെ വിലക്കിയില്ല? അവർ തെറ്റായ വാക്ക് പറയുന്നതിന്. അതുപോലെ അവർ ഹറാമായത് ഭുജിക്കുന്നതിനെ തൊട്ടും എന്തുകൊണ്ട് തടഞ്ഞില്ല? അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ചീത്തയായി. വഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല. അല്ലാഹു അവന് പിശുക്ക് കാണിക്കുന്നവനാണ് എന്ന് യഹൂദികളായ ആളുകൾ പറഞ്ഞു. അല്ലാഹു തആല ഹസ്തബന്ധിതനാണ്, കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവരെ കൈകളാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. വലുഇനൂ ബിമാ ഖാലൂ. അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ബൽ യദാഹു മബ്സൂതതാൻ. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ കരങ്ങളാകട്ടെ അത് നിവർത്തി വെക്കപ്പെട്ടതാണ്. യുൻഫിഖു കൈഫ യശാ. അവൻ ഉദ്ദേശം പോലെ അവൻ ചെലവഴിക്കും, അവന്റെ ഹിതം പോലെയാണ്. വലയസീദന്ന കസീറൻ മിൻഹും മാ ഉൻസില ഇലൈക മിർ റബ്ബിക തുഗ്യാനൻ വകുഫ്രാ. നബിയെ, അങ്ങയുടെ രക്ഷിതാവിൽ നിന്ന് അങ്ങയിലേക്ക് ഇറക്കപ്പെട്ടത് കാരണം അവർക്ക് അത് സത്യനിഷേധത്തെയും അതുപോലെ വഴികേടിനെയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും നാം സംവിധാനിച്ചു. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമ നാൾ വരെ. കുല്ലമാ ഔഖദൂ നാറൻ ലിൽ ഹർബ്. യുദ്ധാഗ്നിയെ അവർ കത്തിക്കുമ്പോഴെല്ലാം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, അതാണ് നമ്മൾ കത്തിക്കുക എന്ന് പറയലോ, അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ അല്ലാഹു അതിനെന്ത് ചെയ്തു? കെടുത്തി.
വയസ്ഔന ഫിൽ അർളി ഫസാദാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വല്ലാതെ പ്രയത്നിച്ചു അവർ. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടില്ല. വലൗ അന്ന അഹ്ലൽ കിതാബി ആമനൂ വത്തഖൗ, വേദക്കാർ സത്യത്തിൽ വിശ്വസിക്കുകയും തഖ്വയുള്ളവരാവുകയും ചെയ്തിരുന്നുവെങ്കിൽ ലകഫർന അൻഹും സയ്യിആതിഹിം, അവരുടെ പാപങ്ങളൊക്കെ നാം പുറത്തു കൊടുക്കുമായിരുന്നു. വലഅദ്ഖൽനാഹും ജന്നാത്തിൻ നഈം, ജന്നാത്തുൻ നഈമിൽ അവരെ നാം പ്രവേശിക്കുകയും ചെയ്യുമായിരുന്നു. വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീൽ, തൗറാത്ത് അനുസരിച്ചും ഇൻജീലിനനുസരിച്ചും അവർ നിലകൊണ്ടിരുന്നുവെങ്കിൽ, വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം, റബ്ബിൽ നിന്ന് അവർക്ക് ഇറക്കപ്പെട്ട ഖുർആൻ കൊണ്ടും, അങ്ങനെയാണെങ്കിൽ ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, അവരവരുടെ മുകളിൽ നിന്നും കാലിനടിയിൽ നിന്നും അവർ ഭക്ഷിക്കുമായിരുന്നു, ആയിരിക്കുമായിരുന്നു. മിൻഹും ഉമ്മത്തും മുഖ്തസിദ, അവരുടെ കൂട്ടത്തിൽ ഉദാത്ത നിലപാട് സ്വീകരിച്ചവരുണ്ട്. എന്നാ വകസീറും മിൻഹും സാഅ മാ യഅമലൂൻ, അവരിൽ സിംഹഭാഗവും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ഹീനമായ പ്രവർത്തനമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅക്ലിഹിമുസ് സുഹ്ത് ലബീസ മാ കാനൂ യസ്നഊൻ. وقالت اليهود يد الله مغلولة غلت أيديهم ولعنوا بما قالوا بل يداه مبسوطتان ينفق كيف يشاء وليزيدن كثيرا منهم ما أنزل إليك من ربك طغيانا وكفرا وألقينا بينهم العداوة والبغضاء إلى يوم القيامة كلما أوقدوا نارا للحرب أطفأها الله ويسعون في الأرض فسادا والله لا يحب المفسدين. ولو أن أهل الكتاب آمنوا واتقوا لكفرنا عنهم سيئاتهم ولأدخلناهم جنات النعيم. ولو أنهم أقاموا التوراة والإنجيل وما أنزل إليهم من ربهم لأكلوا من فوقهم ومن تحت أرجلهم منهم أمة مقتصدة وكثير منهم ساء ما يعملون. صدق الله العلي العظيم.